ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. എന്റെ കൂടെയുള്ളത് മൈഫിൻ റിസർച്ച് ഹെഡ് ആയിട്ടുള്ള സൂരജ് സാറാണ്. സർ, നമ്മൾ ഓവർനൈറ്റിലേക്ക് നോക്കുന്ന സമയത്ത് സകല ഡേറ്റകൾക്കും അപ്പുറത്തേക്ക് ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് തന്നെ പറയാം. ആദ്യം 50% എന്നുള്ള ഒരു നിലയിലേക്ക് നികുതികൾ ഉയർത്തുന്നു. പിന്നീട് ഒരു മനംമാറ്റം ഉണ്ടാകുന്നു. നികുതി ഇപ്പോൾ വേണ്ട, ആ റെസിപ്രോക്കൽ താരിഫിൽ ഒരു ചെറിയ ഇളവ് വരുന്നു. അങ്ങനെ കാര്യങ്ങൾ മാറി മറിയുകയാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റകൾക്ക് അപ്പുറത്തേക്ക് ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തീരുമാനങ്ങളിലേക്കാണ് ഏറ്റവും അധികം ഒരു കോൺസെൻട്രേഷൻ വരുന്നത്. ഈ ഒരു തീരുമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയും എത്ര നാൾ ഇങ്ങനെ ഒരു രീതി തുടരാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്? കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റിന്റെ പെർഫോമൻസ്, ഗ്ലോബൽ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് വലിയൊരു കറക്ഷൻ നേരിട്ടിരുന്നു. പക്ഷേ അതിൽ നിന്നും ഒരു സ്ലൈറ്റ് റിക്കവറിയാണ് കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നിപ്പോൾ ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുമ്പോഴും ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മുഴുവൻ തീരുമാനങ്ങളെയും മാർക്കറ്റ് ഇനിയും എത്ര നാൾ അഫക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് സാർ കാണുന്നത്? ജാസ്മിൻ, ഇത് നമ്മൾ മാസങ്ങളായി അദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം, US പ്രസിഡന്റായി അദ്ദേഹം വന്നതിന് ശേഷം നമ്മൾ ഈ ട്രംപിന്റെ ടാരിഫ് പോളിസിയെ കുറിച്ച് നമ്മൾ എല്ലാ ഡിസ്കഷനുകളിലും, നമ്മൾ മാത്രമല്ല മെയിൻ സ്ട്രീം മീഡിയ ആണെങ്കിലും ശരി, അതല്ലെങ്കിൽ റീജിയണൽ മീഡിയസ് ആണെങ്കിലും ശരി, ട്രംപിന്റെ തീരുമാനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതാണ് നമ്മുടെ എന്നത്തെയും പണി. എന്നും നമുക്ക് അതിനകത്ത് ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ആശ്ചര്യമായിട്ടുള്ള ഒരു കാര്യം. ഒരു കാര്യം പോലും പെർമനന്റ് അല്ല, എല്ലാ കാര്യങ്ങളും ടെമ്പററി ആണ് എന്നുള്ള. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ദ ബീസ്റ്റ്. ഈ ബീസ്റ്റിന്റെ നേച്ചറേ അങ്ങനെ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ട്രംപിനെ അല്ല ബീസ്റ്റ് എന്ന് വിളിച്ചത്, ആ ടോട്ടൽ സിസ്റ്റത്തിനെയാണ് ബീസ്റ്റ് എന്ന് വിളിച്ചത്. കാരണം എന്താ വെച്ചാൽ, ഈ ഒരു അൺസർട്ടനിറ്റി തന്നെയാണ് ഈ വോളറ്റിലിറ്റി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. കാര്യം അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് അദ്ദേഹം ഇന്ന് വരെ, നമ്മളിപ്പോ എല്ലാ മാർക്കറ്റ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും സ്റ്റേബിൾ ആയിരിക്കണം കാര്യങ്ങൾ. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യയിൽ തന്നെ എപ്പോഴും നമ്മൾ മാർക്കറ്റ് അനലിസ്റ്റുകൾ പറയുന്നത്, ഇപ്പൊ ക്യാപിറ്റൽ ഗെയിൻസിന്റെ ടാക്സ് ഗവൺമെന്റ്, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് നിശ്ചയിക്കുമ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഗിവ് എ സ്റ്റെബിലിറ്റി. ആ സ്റ്റെബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിനെ ട്രെഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാര്യം അതിനനുസരിച്ച് സിസ്റ്റം തന്നെ റീസെറ്റ് ചെയ്ത് നമ്മൾ ഫോർവേഡ് ആയിട്ട് പോകുന്നുള്ളതാണ്. ഈ അൺസർട്ടനിറ്റി ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സിസ്റ്റമാണ് ഓപ്പൺ മാർക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് എന്താ പറയുക, ഡെറിവേറ്റീവ്സിലായാലും ശരി, സ്റ്റോക്സിലായാലും ശരി, ഗോൾഡിലാണെങ്കിലും ശരി, ഫോറിൻ എക്സ്ചേഞ്ചിലായാലും ശരി, ഈ ഓയിൽ പ്രൈസസ് കമ്മോഡിറ്റീസിലാണെങ്കിലും ശരി. അതായത് ഈ അൺസർട്ടനിറ്റിയെ ഒരിക്കലും ഒരു പ്രൈസ് ഡിസ്കവറി മെക്കാനിസം, പ്രൈസ് ഡിസ്കവറി എന്ന് പറഞ്ഞാൽ ഒരു ബയറും സെല്ലറും വന്ന്, ബയറിന്റെ ബൈ റേറ്റ് പറയുന്നു, സെല്ലർ വന്നിട്ട് സെല്ലറിന്റെ സെൽ റേറ്റ് പറയുന്നു. ഇത് രണ്ടും മാച്ച് ചെയ്ത ഒരു ഓർഡർ നടക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ പ്രൈസ് ഡിസ്കവറി മെക്കാനിസം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിന് ഈ വക കാര്യങ്ങൾ, അൺസർട്ടനിറ്റീസ് ഒട്ടും ഇഷ്ടമില്ല എന്നുള്ളത് നമുക്ക് ഫേസ് വാല്യൂ തന്നെ പറഞ്ഞു പോകേണ്ടതാണ് ജാസ്മിൻ. കാരണം ഇദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും ആർക്കും ഡെസിഫർ ചെയ്യാൻ പറ്റുന്നില്ല. ഇൻഫാക്ട് നമ്മൾ ഒരു സ്ട്രാറ്റജിയിലാണ് നമ്മൾ അദ്ദേഹത്തിനെ കാണുന്നത്. അതായത് അദ്ദേഹം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് ചെയ്യണമെങ്കിൽ അമേരിക്കയിൽ എക്സ്പോർട്സ് വളരണം, ഇമ്പോർട്ട് കുറയണം, ലോക്കൽ മാനുഫാക്ചറിങ് തുടങ്ങണം. ഇതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്നുള്ളൊരു ടാർഗറ്റ് മാത്രം കണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ബാക്കിയില്ല അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി. ഇൻഫാക്ട് വേൾഡ് എക്കണോമിയും അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സും ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഈ ന്യൂസ് ഫ്ലിപ്പ് ഫ്ലോപ്പുകളിൽ ഡെയിലി കടന്ന് ചാടേണ്ട കാര്യമില്ല. കാര്യം അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ എക്കണോമിക്ക് ഗുണമുള്ള കാര്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ രീതിയിലേക്ക് റീപൊസിഷൻ ചെയ്യുക എന്നല്ലാതെ ഒരു ഇൻവെസ്റ്ററിനും വേറൊരു മാർഗമില്ല. ഈ ഡെയിലി ന്യൂസുകൾ വെറും ഒരു നെഗോസിയേഷൻ ടാക്ടിക്കായിട്ട് മാത്രം കാണുക, ഒരു ബാർഗെയിനിങ് പവറിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ എക്കണോമിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ മുന്നിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ ഫേസ് ഉണ്ട്. ആ ഫേസിനെ ഉയർത്തിപ്പിടിക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും അദ്ദേഹം എടുത്ത് മുന്നോട്ട് പോകും. അതിൽ തന്നെ ഞാൻ ഇന്നലെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഒരു ഫോറിൻ ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിന്റെ അടുത്ത് നേരിട്ട് ചോദിക്കുന്നുണ്ട്, ആർ യു എക്സ്പെക്ടിങ് എ റിസഷൻ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നോ എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് നല്ല നല്ല ഡിസിഷനിലേക്ക് എടുക്കാൻ ഇനിഷ്യലായിട്ട് കുറച്ച് ഹാർഡ് ഡിസിഷൻസ് നമ്മൾ ഡൈജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ അൺസർട്ടനിറ്റി പ്രിവെയിൽ ചെയ്യുകയാണ് ചെയ്യും. അതിനെ നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് നമ്മുടെ ഡെസ്കിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റേഴ്സിനോട് അഡ്വൈസ് ചെയ്യാനുള്ളത്. എന്തായാലും നമ്മൾ ഫണ്ടമെന്റലി കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ തന്നെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് കൂടി അറിയാനുള്ള ഒരു താല്പര്യം കാണും. അത് മാനിച്ചുകൊണ്ട് നമ്മുടെ ഇന്ന് ഈ ഒരു ഷോയിൽ ഗസ്റ്റായിട്ട് വരുന്നത് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും അഹല്യ ഫിൻഫോറെക്സ് വൈസ് പ്രസിഡന്റുമായ അനീഷ് ചന്ദ്രൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്.
യെസ്, ഏതായാലും ആഗോളതലത്തിൽ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് അത്ര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നിലനിൽക്കുന്നത്. ഒരു സ്ഥലത്ത് ട്രംപിന്റെ ട്രേഡ് വാർ നിലനിൽക്കുന്നു, റിസഷൻ ഫിയർ ഉണ്ട്, ഇക്കണോമിക് ഗ്രോത്ത് സ്ലോ ഡൌണിലേക്ക് പോകും എന്നുള്ള ഒരു കാര്യങ്ങൾ പറയുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ആ ഒരു വേവ്, വാൾ സ്ട്രീറ്റിലെ വേവ് ദലാൽ സ്ട്രീറ്റിലേക്കും വരുന്ന ഒരു സാധ്യതകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുമുണ്ട്. നിലവിലെ ഈ ഒരു ഇക്കണോമിക് കണ്ടീഷൻസിനെ മാർക്കറ്റ് എങ്ങനെ അഫക്ട് ചെയ്യുമെന്നാണ് സാർ വിലയിരുത്തുന്നത്? മാർക്കറ്റില് നമ്മുടെ മാർക്കറ്റ് മാത്രമായിട്ട് ഒരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് എ ഫണ്ട് ഫ്ലോ ആണ്. അപ്പൊ വേൾഡ് മാർക്കറ്റിലെ എല്ലാ സംഭവങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പോളിസി അതിൽ നിന്നൊന്നും മാറി നിൽക്കാനായിട്ട് മാത്രമായിട്ട് നമ്മളെല്ലാം ഡിപ്പെൻഡഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഒരു ഗ്ലോബലൈസ്ഡ് ഇക്കോണമിയുടെ ഭാഗവുമാണ്. അപ്പൊ അത് മാർക്കറ്റിൽ തീർച്ചയായിട്ടും ആ പ്രതിഫലനങ്ങൾ ഉണ്ടാവും. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ 500 അടുത്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇതൊരു ലോങ് ടൈം പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ഒരു കറക്റ്റീവ് മോഡിന്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മാർക്കറ്റ് ഏകദേശം കറക്റ്റ് ചെയ്തു എന്നാണ് പറയാൻ കഴിയുന്നത്. ഒരു ലോങ് ടേമില് ഇത് ഒരു സപ്പോർട്ട് ലെവൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 21,500 ലെവലിലേക്കാണ് മാർക്കറ്റ് നേരത്തെ ഡിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. നിയർലി അതിന്റെ അടുത്തൊക്കെ വരുമ്പോൾ ഒരു ബൗൺസ് ബാക്ക് ഉണ്ടാവുന്നതാണ്. ഇതും എപ്പോഴും ഉണ്ടായ ബൗൺസ് ബാക്ക്, കഴിഞ്ഞ ഒരു 1 വീക്കിന്റെ ഇടയിൽ വന്ന ബൗൺസ് ബാക്കും അതിൽ നിന്നൊരു മുക്തമായിട്ടൊന്നും പറയാൻ കഴിയില്ല. വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യത നമ്മൾ മാർക്കറ്റിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ന്യൂസുകൾ നിൽക്കുന്നു എന്ന് പറഞ്ഞു, പ്രയാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരുപാട് അൺസർട്ടനിറ്റീസ് നിൽക്കുന്ന ഒരു മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. അതെല്ലാം തന്നെ സെക്ടറിലായിട്ടും അല്ലെങ്കിൽ സ്റ്റോക്കുകളിലും ഒക്കെ തന്നെ നമുക്ക് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഫണ്ടമെന്റൽ ന്യൂസ് വരുമ്പോൾ കൂടുതൽ, കാരണം ഇന്നലെ നമ്മളുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ന്യൂസ് വന്നപ്പോഴേക്കും ആ സ്റ്റോക്സ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്ന് നമ്മൾ കണ്ടതായിരുന്നു. അപ്പൊ ഇതേപോലെ ഓരോരോ ന്യൂസ് വരുമ്പോഴേക്കും ഇത് ഓവറായിട്ട് കറക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഒരു സെക്ടർ വൈസ് മാത്രമല്ല, ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്സിലും കറക്ഷൻസ് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിഫ്റ്റിയിലും കറക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ നമ്മൾ ചില സെക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടും മറ്റ് ചില സെക്ടേഴ്സ് നെഗറ്റീവായിട്ടും ഫീൽ ചെയ്യുന്നു. അൾട്ടിമേറ്റ്ലി നിഫ്റ്റിയിൽ അത് ഒരു ടെക്നിക്കലി അത് നോക്കുകയാണെങ്കിൽ ഒരു റിക്കവറി മോഡിലാണ് ഇപ്പോൾ എന്ന് പറയാം. ഒരു 2 വീക്സ് ആയിട്ടുള്ള ഒരു റിക്കവറി മോഡ് വന്നിട്ടുണ്ട്. നമുക്ക് അൾട്ടിമേറ്റ് മോളിലേക്ക് വലിയൊരു എക്സ്പെക്ടേഷൻ ഇല്ലെങ്കിലും 23,000 പോകാനുള്ള സാധ്യത ഉണ്ട്. ഈ 22,000 മുകളിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു ചെറിയ പോസിറ്റീവ് സെന്റിമെന്റ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ നമുക്ക് നോക്കി കാണാൻ വേണ്ടി കഴിയും. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അണ്ടർടോൺ ഒരു ബെയറിഷ് മോഡിൽ തുടരുമ്പോഴും ബാങ്ക് നിഫ്റ്റി ഇന്ന് ഒരല്പം വിഭിന്നമായിട്ട് 338 പോയിന്റുകളുടെ ഒരു നേട്ടം ആദ്യ മിനിറ്റുകളിൽ തന്നെ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. 48,191 എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട സൂചികകളിൽ ഓഹരികളിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ബുള്ളിഷ് സെറ്റപ്പ് തന്നെയാണ് കാണുന്നത്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇന്നലെ ഒരു 26% ഒരു വലിയ തകർച്ചയിലേക്ക് പോയിരുന്നു. പക്ഷെ ഇന്ന് 4% കൂടുതലുള്ള ഒരു തിരിച്ചുവരവ് ബാങ്ക് നടത്തിയിട്ടുമുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നിലവിൽ എങ്ങനെയാണ് അണ്ടർടോൺ ഉള്ളത്? അതോടൊപ്പം തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് കൂടി. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 48,000 മേളിലേക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയൊരു നല്ലൊരു പാറ്റേൺ ആണ് നമുക്കത് കാണാം. ഒരു റിവേഴ്സൽ പാറ്റേൺ, ഒരു ഡോജി ടൈപ്പ് റിവേഴ്സൽ പാറ്റേൺ ആണ് കഴിഞ്ഞ ദിവസം ഫോം ചെയ്തത്. അത് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ഫോം ചെയ്ത്, അപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ ആയിട്ടുള്ള ഒരു മോഡ് ഇന്നുണ്ടാവും. 1 or 2 ഡേയ്സിലേക്ക് ആ റിവേഴ്സൽ മോഡ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് അറൌണ്ട് 48,900 ലെവൽ അല്ലെങ്കിൽ 49,000 ആയിരിക്കും ഇന്നോ നാളെയോ കൊണ്ടും ഈ ബാങ്ക് നിഫ്റ്റി എത്തിപ്പെടുക എന്നാണ് തോന്നുന്നത്. കാരണം ഇന്നലെ വന്നുള്ള ആ ഒരു പാറ്റേൺ, ആ ഒരു ഇൻട്രാഡേയിൽ വന്നിട്ടുള്ള പാറ്റേൺ വളരെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാവുന്നതാണ്. അപ്പൊ ഇന്ന് അതിൽ മാർക്കറ്റിൽ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ട്. അത് തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റിയിലും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. മുകളിലോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. 49,000 അടുത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വിത്തിൻ 1 or 2 ഡേയ്സ് നാളെ കൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ അതിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. അതിന്റെ അടുത്ത ദിവസം ഹോളിഡേ ഒക്കെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കൊരു റിക്കവറി അല്ലെങ്കിൽ ഷോർട്ട് കവറി മോഡ് എന്ന് പറയുന്ന രീതിയിലേക്ക് ബാങ്ക് നിഫ്റ്റിനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയും. ഇനി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായും അതിന്റെ കറക്ഷൻസ് നമുക്ക് പൂർണ്ണമായി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്ന് വന്നിരിക്കുന്നത് ഇന്നലെ വന്ന സെൽ ഓഫിന്റെ ഒരു റിട്രേഡ് അല്ലെങ്കിൽ റിക്കവറി മാത്രമാണ്. ഒരു 4% അല്ലെങ്കിൽ ഇന്നലെ വന്നിട്ട് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു 7 to 8% ഇന്നൊരു റിക്കവറി, ഇൻട്രാഡേയിൽ മാത്രമുള്ള ഒരു റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു
ഒരു ലോങ് ടൈം സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ, ഒരു കറക്റ്റീവ് മോഡിന്റെ ലോങ് ടേം സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അറൌണ്ട് 500 ബിലോ അത് വരാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോ കുറെ ദിവസങ്ങളായിട്ടുള്ള ഒരു ഷോർട്ട് ടൈം ടെമ്പററി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് ഈ റിക്കവറി കാണിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും റീട്രേഡ് സെല്ലിങ്ങിനോ അല്ലെങ്കിൽ ഫോളോ ഓൺ സെല്ലിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ടെക്നിക് ഇതിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ ഹെവി വോളിയം ഉണ്ടായിരുന്നു, ഇന്ന് അത്രത്തോളം വോളിയം സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും വീണ്ടും ഒരു സെല്ലിംഗ് മോഡ് വന്നു കഴിഞ്ഞാൽ അത് താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു റീറ്റെയിലിനെ സംബന്ധിച്ച് നല്ലൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. യെസ്, ഞാൻ ഭാരതി എയർടെലിലേക്കാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ വെക്കുന്നത്. സാർ അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് അതിന്റെ ഒരു ഫണ്ടമെന്റലുമായിട്ട് സൂരജ് സാർ തന്നെയാണ് വീണ്ടും ജോയിൻ ചെയ്യുന്നത്. സൂരജ് സാർ, ഇന്ന് നമുക്ക് ഭാരതി എയർടെലിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ അതൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലേക്ക് മാറുന്നു. തുടക്ക സമയത്ത് ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. ഭാരതി എയർടെലിനെ സംബന്ധിച്ചിടത്തോളം ഓവർനൈറ്റിൽ വലിയൊരു അപ്ഡേഷൻ ആണ് വന്നിരിക്കുന്നത്. അതായത് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായിട്ട് ഒരു കരാറിൽ കമ്പനി ഒപ്പുവച്ചിരിക്കുന്നു. എയർടെലിന്റെ റീറ്റെയിൽ സ്റ്റോറുകൾ വഴി സ്റ്റാർലിങ്ക് ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ സ്റ്റാർലിങ്ക് സേവനങ്ങളും നൽകും എന്നുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അംബാനിയെ വരെ ഞെട്ടിച്ചുകൊണ്ട് സ്പേസ് എക്സുമായിട്ട് അല്ലെങ്കിൽ ഇലോൺ മസ്കുമായിട്ട് ഒരു കരാറിൽ എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഭാരതി എയർടെൽ വന്നിരിക്കുന്നു. നിലവിൽ ഈ ഒരു കരാറുകൾ ഈ കമ്പനിയെ എത്രമാത്രം തുണയ്ക്കാനാണ് സാധ്യത? ജാസ്മിൻ, ഈ ഭാരതി എയർടെലിന്റെ ഈ ന്യൂസ് ഉണ്ടല്ലോ സ്റ്റാർലിങ്ക് ആയിട്ട്, തീർച്ചയായിട്ടും അതിനെ വളരെ സ്മാർട്ട് മൂവ് ആയിട്ട് ജാസ്മിൻ തന്നെ ഇപ്പോൾ പറയുകയുണ്ടായി. അല്ലാണ്ട് നമ്മൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ മനസ്സിലും തോന്നുന്നത് വെച്ചാൽ വളരെ ഷൂഡ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ എയർടെൽ റൺ ചെയ്യുന്ന സുനിൽ ഭാരതി മിട്ടൽ ഉണ്ടല്ലോ, ഒരു വലിയൊരു പൊളിറ്റീഷ്യന്റെ മകനാണ്, പണ്ടത്തെ ഒരു പൊളിറ്റീഷ്യന്റെ മകനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ പൊളിറ്റിക്കൽ അക്യൂമെനും കൂടെ ഒരു ബിസിനസ്സുകാരനിൽ ഉണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാര്യം ടാരിഫിന്റെ ഇഷ്യൂസും ട്രംപായിട്ടും US ആയിട്ടും നമുക്ക് ഒരു സൈഡിൽ ഒരു വശത്ത്, രണ്ടാമത് ഇലോൺ മസ്ക് ആണ് അതിന്റെ ഡിസിഷൻ മേക്കർ എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കി തന്നെയാണ് സുനിൽ ഭാരതി മിട്ടൽ ചിലപ്പോൾ ഈ ടൈപ്പിനേക്ക് പോയത്. കാര്യം അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് അക്യൂമൻ ആയിരിക്കാം അതിൽ വേണ്ടത്. രണ്ടാമത് അത് എന്താ പറയുക, ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. കാര്യം അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ വലിയൊരു ഓപ്പർച്യൂണിറ്റിക്കുള്ള ഒരു വാതിലും കൂടി അതിന് ഭാരതി എയർടെലിന് തുറന്നു എന്നുള്ള. ഭാരതി എയർടെലിനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ സ്റ്റാർലിങ്ക് ആയിട്ടുള്ള ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ഡിസിഷനാണ്. എസ്പെഷ്യലി വെൻ ദേ ആർ ടേക്കിംഗ് ഓൺ ദ മൈറ്റി റിലയൻസ് ജിയോ. മൈറ്റി എന്ന് പറയുമ്പോൾ കാശ് കൊണ്ടും പവർ കൊണ്ടും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊമോട്ടറിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് അമേരിക്കയിലെ ട്രംപിന്റെ തന്നെ വിശ്വസ്തനായ ഇലോൺ മസ്കിന്റെ പ്രോഡക്റ്റ് ആണ് എന്നുള്ളതാണ്. അത് നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മൾ ഇന്നലെ ടാറ്റ കമ്മ്യൂണിക്കേഷന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞിരുന്നത് വെച്ചാൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഏതാണ്ട് 99% ലോകത്ത് നടക്കുന്നത് കേബിൾ വഴിയാണ്, അതായത് ഓപ്റ്റിക് ഫൈബർ കേബിൾ വഴിയാണ്. 500 ഓപ്റ്റിക് ഫൈബർ കേബിൾ സിസ്റ്റം ലോകമെമ്പാടും റൺ ചെയ്യുന്നുണ്ട്, കൺട്രി ടു കൺട്രി കണക്ട് ചെയ്യുന്നുണ്ട്. വെള്ളത്തിന്റെ അടിയിൽ കൂടി കപ്പലിൽ തന്നെ ഇത് ഇട്ടിട്ട് സീഡ് അടിയിൽ കൂടി അണ്ടർ സീ കേബിൾസ് ഇട്ടു പോകാറുണ്ട്. കൊച്ചിയിൽ തന്നെ പല ഓപ്റ്റിക് ഫൈബർ കേബിളിന്റെയും നോഡ് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ലക്ഷദ്വീപിന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ പല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഇതെല്ലാം ഓപ്റ്റിക് ഫൈബർ കേബിൾ വഴിയുള്ള ട്രാൻസ്മിഷനും പിന്നെയുള്ള ഇന്റർനെറ്റ് ഒക്കെ ഒരു മൈക്രോവേവ് റേഡിയോ ലിങ്ക് വഴിയുള്ള ട്രാൻസ്മിഷൻ. ഇത് സാറ്റലൈറ്റിൽ നിന്നാണ് ഇത് വരുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഇന്റർനെറ്റ് പെനിട്രേഷൻ റിമോട്ട് ആയിട്ടുള്ള ലൊക്കേഷനുകളിലും റിമോട്ടുള്ള ഐലൻഡുകളിലേക്കും, അതായത് ഐസൊലേറ്റഡ് ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കേബിൾ സിസ്റ്റം ഇതുവരെ എത്തിയിട്ടില്ല. ഇവിടെയാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് വരുന്നത്. സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വേറെ ഒന്നുമില്ല, ഒരു വലിയൊരു എക്സ്പാൻസ് ഏരിയ തന്നെ ഇത് കവർ ചെയ്യാനുള്ള ചാൻസസ് കിട്ടുന്നുണ്ട്. ഇതൊരു ന്യൂ ഡോർ ആണ്, അതായത് ന്യൂ ഗേറ്റ് വേ ആണ് ഇന്ത്യൻ എന്താ പറയുക ഒരു ഡിജിറ്റൽ റവല്യൂഷന്റെ കാര്യത്തിൽ തുറന്നു വരുന്നത്. അതിന് ഭാരതി എയർടെൽ മുന്നോട്ട് തന്നെ കാലെടുത്ത് വെച്ചിരിക്കുന്നു. ഇതിന് മറുപടിയായി റിലയൻസ് എന്താണ് വരുന്നത് എന്നുള്ളത് ഉറ്റുനോക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഇന്റൻസ് കോമ്പറ്റീഷൻ, ഇന്റൻസ് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്കാണ് ഇന്ത്യൻ ഡിജിറ്റൽ കണക്ടിവിറ്റി പോകുന്നത്. ബട്ട് ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട് ജാസ്മിൻ, 2021 ആദ്യമായിട്ട് ഇനി ഇവർക്ക് ഞാനൊരു കാര്യം പറയട്ടെ അതിനു മുമ്പേ തന്നെ, കാര്യം ഈ സ്റ്റാർലിങ്കിന് ഇനി ഇവിടെ കുറച്ച് പെർമിഷൻസ് കിട്ടാനുണ്ട്. അതായത് അതിൻ്റെതായ റെഗുലേറ്ററി ക്ലിയറൻസ് ഒക്കെ നമുക്ക് പല ഗവൺമെന്റ് മിനിസ്ട്രിയിൽ നിന്നൊക്കെ കിട്ടാനുണ്ട്. അത് കിട്ടുമായിരിക്കും. സ്റ്റാർലിങ്കിന്റെ ഒരു പ്രത്യേകത 2021 ഇവർ വന്നു, പക്ഷേ ഇതൊരു വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു അഫെയർ ആണ്. കാര്യം ഇതിന്റെ ഒരു ഇപ്പൊ ഭാരതി പറയണത് വെച്ചാൽ സ്റ്റാർലിങ്ക് ആയിട്ട് ഞങ്ങളൊരു ജോയിന്റ് വെഞ്ചർ അല്ലെങ്കിൽ ഞങ്ങളൊരു റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞാൽ സ്റ്റാർലിങ്കിന്റെ പ്രോഡക്ട്സ് ഞങ്ങളുടെ റീറ്റെയിൽ ഷോറൂമിൽ നിന്ന് മേടിക്കാം. ഇതിന് ഡിവൈസസും മേടിക്കണം, ഫിസിക്കൽ ഡിവൈസും മേടിക്കണം എന്നുള്ളതാണ്.
ഏതാണ്ട് 2021 ഇവരുടെ ഒരു ഫിസിക്കൽ ഡിവൈസിന് വൺ ടൈം കോസ്റ്റ് തന്നെ ഏതാണ്ട് 35,000-36,000 രൂപയാണ് ഇതിന്റെ ഡിവൈസ്. അതുകൂടാതെ ഏതാണ്ട് മാസം തോറും 7,500 രൂപ കൊടുക്കണം ഈ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു കോസ്റ്റ്ലി അഫെയർ ആണ്. ഇതൊരു എന്താ പറയുക, ചീപ്പായിട്ടുള്ള ഒരു കാര്യമല്ല. ഇന്ത്യയിൽ നമ്മളൊരു ആവറേജ് റവന്യൂ പെർ യൂസർ അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 500-400 ഒക്കെയാണ് നമ്മൾ സാധാരണ ഒരു എന്താ പറയുക ഒരു സാധാരണ സിറ്റിസൺ പേ ചെയ്യുന്ന ഒരു രീതി. അവിടെ നിന്ന് ഇത്രയും വലിയൊരു എമൗണ്ടിലേക്ക് വരുമോ എന്നുള്ളത് കണ്ടറിയണം. ബട്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യ സ്പെസിഫിക് പാക്കേജ് ആയിട്ട് മാറാനും എയർടെലിന്റെ അവിടുത്തെ ഒരു സ്ട്രാറ്റജിക് ബിസിനസ് ഡിസിഷൻസ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഏതായാലും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷനാണ്. ഒരു ടാരിഫ് വാർ അല്ലെങ്കിൽ പ്രൈസ് ടാരിഫ് വാർ ഇന്ത്യൻ ഡിജിറ്റൽ കണക്ടിവിറ്റി ആൻഡ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിൽ തുടങ്ങാൻ പോകുന്നു എന്നുള്ള ലക്ഷണങ്ങളാണ് ഈ ഡിസിഷൻസ് കൊണ്ട് നമ്മുടെ മുന്നിൽ മനസ്സിലാക്കുന്ന കാര്യം. ഇനി അതിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവുകയാണ്. അനീഷ് സാറിലേക്കാണ്. ഈ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിന് ശേഷം 1,660 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന ഭാരതി എയർടെൽ സ്റ്റോക്കിന് JP മോർഗൻ ഒരു ഓവർ വെയിറ്റ് കോളാണ് നൽകിയിരിക്കുന്നത്. 1,970 രൂപ വരെ സ്റ്റോക്ക് പോകാനുള്ള ഒരു സാധ്യത ഈ ഒരു ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിൽ ഇതിന്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇത് നോക്കുകയാണെങ്കിൽ ഒരു ടെക്നിക്കൽ മൂവ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഡിസംബറിന് ശേഷം നിങ്ങൾ നോക്കിയാൽ നമ്മുടെ മാർക്കറ്റിലേക്ക് ഒരുപാട് കറക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ സ്റ്റോക്ക് അത്രയധികം കറക്റ്റ് ചെയ്തിട്ടില്ല എന്നതൊഴിച്ചാൽ ബാക്കി ഇതൊരു കൺസോളിഡേറ്റഡ് മൂവ് ആണ് നടത്തിയിരിക്കുന്നത്. അതായത് റേഞ്ച് ബൗണ്ട് ആണ്. 1,500-നും 1,750-നും ഇടയിലുള്ള ഒരു റേഞ്ച് ബൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്സ് ആണ്. ഒരു അപ്പർ ബാൻഡ് എന്ന് പറയാനായിട്ട് 1,750-ഉം ഒരു ലോവർ ബാൻഡ് എന്ന് പറയാനായിട്ട് 1,500-നും ഇടയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് കൺസോളിഡേറ്റഡ് മൂവ് ആണ്. കഴിഞ്ഞ ഡിസംബറിന് ശേഷം നമുക്ക് ഒരു 3-4 മാസമായിട്ട് അവിടെ തന്നെയാണ് ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഈ 4 മാസത്തോളം ഒരു കൺസോളിഡേറ്റഡ് മൂവ് ഈ ഒരു പോസിറ്റീവ് ന്യൂസ് കൊണ്ട് ഒരു അപ്പർ സൈഡ് ബ്രേക്ക് ചെയ്യുകയാണ് എന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ മൂവ്മെന്റ് തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കൺസോളിഡേഷന് ശേഷമാണ് മൂവ്മെന്റ്സ് ടെക്നിക്കലി പറയുകയാണെങ്കിൽ മൂവ്മെന്റ്സ് ഉണ്ടാവുന്നത്. അപ്പൊ അത് അപ്പർ സൈഡ് ആണോ ലോവർ സൈഡ് ആണോ എന്നുള്ളത് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വന്നിരിക്കുന്നത് പോസിറ്റീവ് ന്യൂസ് ആയതുകൊണ്ട് അപ്പർ സൈഡിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ബട്ട് നമ്മൾ അവിടെ കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു ലെവലുണ്ട്. 1,750 എന്ന് പറയുന്ന ക്രൂഷ്യൽ ലെവലാണ്. ആ ഒരു ക്രൂഷ്യൽ ലെവലിലേക്ക് നമ്മൾ ഭാരതി എയർടെലിനെ വാച്ച് ചെയ്യുക. ഒരു റീറ്റെയിലിനെ സംബന്ധിച്ച് തീർച്ചയായും ആ ഒരു ലെവൽ വാച്ച് ചെയ്യുക. അതിനുശേഷം അതിൽ നല്ലൊരു ബ്രേക്ക്ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 1,900-2,000 ഉള്ള ലെവല് ഇമ്മീഡിയറ്റ് തന്നെ നമുക്ക് റീച്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അതിന് മുമ്പുള്ള ഒരു റെസിസ്റ്റൻസ് ബാരിയർ ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നു മാത്രം നോക്കിയത് 1,750. വോളിയം ഒക്കെ സഫീഷ്യന്റ് ആണ്. ഈ സ്റ്റോക്സിൽ നല്ല മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കൺസോൾട്ടേഷനെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയാണ് ഈ ന്യൂസിനെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ന്യൂസ് അല്ലെങ്കിൽ പോസിറ്റീവ് മൂവ്മെന്റ്സ് തന്നെ ഇതിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇന്ന് IT സെഗ്മെന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ TCSനെ സംബന്ധിച്ചിടത്തോളം 2% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ IT സെഗ്മെന്റിൽ വലിയൊരു സെൽ ഓഫ് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഇന്ന് TCSനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രാറ്റജിക് അക്വസിഷൻ അവർ നടത്തിയിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് കമ്പനി ആയിട്ടുള്ള ദർശിത സതേൺ ഇന്ത്യ ഹാപ്പി ഹോംസിനെ ഏറ്റെടുത്തു. 100% സ്റ്റേക്കും അക്വയർ ചെയ്തു എന്നാണ് അറിയുന്നത്. പക്ഷെ അതിന്റെ ഒരു റിഫ്ലക്ഷൻസ് ഇന്ന് ഈ ഒരു IT സെഗ്മെന്റിലെ ഇടിവ് ഈ TCSനും ബാധിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ IT ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നിലവിലെ അവസരത്തിൽ എന്തെങ്കിലും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടോ? രണ്ട് കാര്യങ്ങളാണ്. ആദ്യം നമ്മൾ TCSലേക്ക് വരാം. TCSല് ഇപ്പൊ 3,500 ലെവൽ കുറച്ചു കാലമായിട്ട് ഒരു ഡൗൺ ട്രെൻഡ് ആണ്. ഇപ്പോഴും അത് ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് അതിൽ നിൽക്കുന്നത്. ഒരു വലിയ ഡൗൺ ട്രെൻഡിന് ശേഷം ചെറിയ ചെറിയ റിക്കവറീസ് ആണ് ഇപ്പൊ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് 3,000 ലെവലിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും നമുക്കിപ്പോ തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം വളരെയധികം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിട്ടേൺ കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തിട്ടുള്ള സ്റ്റോക്സ് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഒരു കറക്ഷൻ തുടങ്ങിയിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4,500-ലാണ് ഫസ്റ്റ് കറക്ഷൻസ് ലെവൽസ് തുടങ്ങിയിരിക്കുന്നത്. അവിടെ നിന്ന് ഗ്രാജുവൽ ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ് ആണ്. അപ്പൊ അത് ഒരു ടെക്നിക്കലി പഠിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൈമറി മൂവ്മെന്റ്സ് വരുന്നു, അതിനുശേഷം ഒരു റിക്കവറി വരുന്നു. ഇങ്ങനെയുള്ള ഒരു ട്രെൻഡിലേക്ക് അത് കടന്നിരിക്കുകയാണ്. അതായത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിന്റെ മൂവ്മെന്റ്സിലാണ് ഇപ്പോ TCS നിൽക്കുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്യണം അല്ലെങ്കിൽ അതിനെ അറസ്റ്റ് ചെയ്യുക, ഡൗൺ ട്രെൻഡ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ചേഞ്ചസോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ന്യൂസോ കാര്യങ്ങളോ ഒക്കെ വരണം. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ അത്രത്തോളം സഫീഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ കറക്ഷൻസ് ഇനിയും ഉണ്ട്. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. അവര് വാല്യൂ ബയറൊക്കെ സംബന്ധിച്ച് ഇനിയും താഴോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു വാല്യൂഷനിൽ സ്റ്റോക്സ് അക്യൂർ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ അത് പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താഴത്തോട്ടുള്ള ലെവലിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി വളരെ ഷോർട്ട് ടൈമിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നോ നാളെയോ ഇന്ന് വളരെ
ഡൗൺ ട്രെൻഡിലാണ്. 3400 ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതിനടുത്ത ദിവസങ്ങളിൽ താഴോട്ട് പോയില്ലെങ്കിൽ ചെറിയൊരു റിക്കവറിക്ക് സാധ്യതയുണ്ട്. 3700 വരെയുള്ള ഒരു ഷോർട്ട് ടൈം മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വേണമെങ്കിൽ, കാരണം വോൾട്ടാലിറ്റി നോക്കുന്ന ആണെങ്കിൽ അതിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യാനുള്ള ഒരു അവസരവും ഈ സ്റ്റോക്സിൽ ഉണ്ട്. IT ഇൻഡെക്സിൽ നോക്കുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡ് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ഹെവി വെയിറ്റേജ് ഉള്ള സ്റ്റോക്സ് ആണ് നമ്മൾ TCS എന്ന് പറയുന്നത്. അതേ സമയത്ത് അതേ വെയിറ്റേജ് ഉള്ള ഇൻഫോസിസ് ഇതേപോലുള്ള സ്റ്റോക്കുകളിലൊക്കെ നല്ല വെയിറ്റേജ് ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ നമ്മളെ ഡിസംബർ ആ സമയത്ത് കൂടെയാണ് ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 45,000 സ്റ്റാർട്ട് ചെയ്തിട്ട് അറൌണ്ട് 36,400 ലെവലിലാണ് ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ TCS-ലുള്ളതുപോലെ തന്നെ ഒരു ഡൗൺ ട്രെൻഡ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. അതൊരു സെക്ടറൽ കറക്റ്റീവ് ആക്ഷൻസ് നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 36,000 വില പോകാനുള്ള സാധ്യത ഇമീഡിയറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്യുക. IT സെക്ടറിലെ ഹെവി വെയിറ്റ്സ് ഉള്ള സ്റ്റോക്സുകളിലൊക്കെ തന്നെ സെല്ലിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് വീണ്ടും അത് വെയിറ്റ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പറയാൻ കഴിയുന്നത്. ഒരു നല്ലൊരു സപ്പോർട്ട് പറയുകയാണെങ്കിൽ 32,000-ലേക്കാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. യെസ്, ഏതായാലും ഇന്ന് പ്രധാനപ്പെട്ട എല്ലാ സെക്ടറൽ സൂചികകളിലും ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് നടക്കുന്ന സമയത്ത് IT സൂചികയാണ് ഇപ്പോൾ അനീഷ് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തുന്നത്. ഓൾമോസ്റ്റ് 2.5% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ആദ്യം അഫക്ട് ചെയ്യുന്നത് ഇന്ത്യൻ IT സൂചികയാണ്. സർവീസ് സെക്ടറിൽ ഏറ്റവും അധികം അമേരിക്കയിലേക്ക് സർവീസ് സെക്ടർ അല്ലെങ്കിൽ ആ ഒരു സേവനങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യൻ IT കമ്പനികളാണ്. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തീരുമാനങ്ങൾ അഫക്ട് ചെയ്യുന്ന IT കമ്പനികളുടെ ഒരു ഇടിവ് വീണ്ടും വീണ്ടും തുടരുകയുമാണ്. നിലവിൽ TCS അടക്കമുള്ള കമ്പനികൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ആ ഒരു സിറ്റുവേഷൻ ആണ്. ഈ IT കമ്പനികളെയും എസ്പെഷ്യലി TCS-നെയും സാറ് എങ്ങനെയാണ് ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത്? ജാസ്മിൻ ഇപ്പോൾ IT ഇൻഡെക്സിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസും കൂടെ വന്നിട്ടുണ്ട്. അതായത് ഇൻഫോസിസിൽ അതിന്റെ പ്രൊമോട്ടറായ ഷിബുലാലിന്റെ മകള് കുറച്ച് ഷെയർ അക്വയർ ചെയ്തിട്ടുണ്ട്. അതിപ്പോ അതിന് നമുക്ക് എങ്ങനെ കാണണം എന്നുള്ള വെച്ചാൽ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യം സെല്ല് ചെയ്തിരിക്കുന്നതും ഇൻഫോസിസിലെ വേറൊരു പണ്ടുണ്ടായിരുന്ന ഒരു എംപ്ലോയി തന്നെയാണ്, ഒരു റിലേറ്റഡ് പാർട്ടി എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. ബട്ട് മകള് മേടിച്ചു എന്നുള്ളത് ചില്ലറയൊന്നുമല്ല. എനിക്ക് തോന്നുന്നു 200 കോടിക്ക് എങ്ങാണ്ട് ഒരു മേടിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഈ സെക്ടറിന് ബുള്ളിഷ് ആയിട്ടുള്ള രീതിയിലേക്കോ സ്റ്റോക്കിന് ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലേക്കോ ഇൻവെസ്റ്റർ കാണാതിരിക്കുക. ഒരു ഡിസ്ക്ലൈമർ ഞാൻ ആഡ് ചെയ്യുന്നുള്ള ഒരു ന്യൂസ് ഞാൻ ഇതിനകത്ത് ഇന്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ജാസ്മിൻ, TCS-നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മൾ എന്ത് പാരാമീറ്റർ, എന്ത് ഫണ്ടമെന്റൽ പാരാമീറ്റർ ഇന്ത്യയിൽ നോക്കിയാലും നമ്മൾ ഇന്ത്യയിലെ ജെം സ്റ്റോക്ക് എന്ന് പറയില്ലേ, ജെം, അതായത് ദ മോസ്റ്റ് വാല്യുബിൾ കമ്പനിയാണ് TCS. ഏഷ്യൻ പെയിന്റ്സിനൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നത് ഏറ്റവും ദ ജെം ഓഫ് ദ ജെം, ക്രീംഡ് ആ ക്രീം, അതായത് ഏറ്റവും ക്രീം സ്റ്റോക്സ് ആണ് ഫണ്ടമെന്റലി TCS-നെ കുറിച്ച് നമ്മൾ എന്നും നമ്മൾ അഭിപ്രായപ്പെടാറുണ്ട്, റൈറ്റ്? അപ്പൊ TCS-നെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ പറഞ്ഞത് ശരിയാണ്. കൂടുതലും സോഫ്റ്റ്വെയർ സർവീസസ് കമ്പനിയാണ്. ഒരു പ്രോഡക്റ്റ്, നമ്മുടെ മെയിൻ ടോപ്പ് 3-5 കമ്പനീസ് എന്നും സർവീസ് കമ്പനിയാണ്. അതായത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു കമ്പനി, ഇപ്പോൾ US-ലുള്ള ഒരു ബാങ്ക് ആവട്ടെ, അവർക്കൊരു സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട്. അവരുടെ ഫോറക്സ് മാനേജ്മെന്റോ അതിന് വേണ്ടിയിട്ട് പ്രോജക്റ്റ് ചെയ്തു കൊടുക്കുന്ന കമ്പനികളാണ് TCS, ഇൻഫോസിസ്, വിപ്രോ, SCL എന്നിങ്ങനെയുള്ള കമ്പനികൾ. ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, അത് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്തതിനു ശേഷം അതിന്റെ ആനുവൽ കോൺട്രാക്ട് കിട്ടുന്നു, അത് സർവീസ് ചെയ്യാൻ കിട്ടുന്നു, അതിന്റെ അപ്ഗ്രഡേഷന് കിട്ടുന്നു, അഡീഷൻസിന് കിട്ടുന്നു, ഡിലീഷൻസിന് കിട്ടുന്നു. ഇങ്ങനെ സർവീസസിനാണ് ഈ TCS പോലത്തെ കമ്പനിക്ക് റവന്യൂ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ AI വന്നതിന് ശേഷം എല്ലാം പ്രോഡക്റ്റായി മാറുകയാണ്. ഈ പ്രോഡക്റ്റായി മാറുമ്പോൾ TCS എന്ന് പറയുന്ന കമ്പനിക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിലെ മുൻനിര ഓഹരികൾ, പ്രത്യേകിച്ച് ഈ IT മേഖലയിലെ ഓഹരികൾ എങ്ങനെയാണ് അവരുടെ ബിസിനസ് റീപൊസിഷൻ ചെയ്യണം എന്നുള്ളത് മാർക്കറ്റ് വളരെ കൺഫ്യൂസ്ഡ് ആയതുകൊണ്ടാണ് ഇത്രയും ക്ലാസിക് സ്റ്റോക്സ് ആയ കമ്പനീസ് പോലും, ഇത്രയും ക്ലാസിക് കമ്പനിയായ TCS പോലും ചെറിയ ഡിപ്രസ്ഡ് ആയിട്ട്, ഇപ്പൊ അനീഷിന്റെ തന്നെ കണ്ടിട്ടും ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് അത് വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, റൈറ്റ്? അത് മാത്രമല്ല, നമ്മൾ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞ വാല്യുവേഷൻ പാരാമീറ്റേഴ്സ് നോക്കിയാലും പ്രൈസ് ടു ബുക്ക് അല്ലെങ്കിൽ പ്രൈസ് ടു മാർക്കറ്റ് ക്യാപ് ടു സെയിൽസ് എന്നിങ്ങനെ പല ഫണ്ടമെന്റൽ ആസ്പെക്ട്സിൽ നമ്മൾ നോക്കുകയാണെങ്കിലും TCS അത്ര ചീപ്പല്ല. അതിന്റെ ഹിസ്റ്റോറിക്കൽ ചീപ്നെസ്സിലേക്ക് വന്നു എന്നൊന്നും പറയാൻ നിൽക്കില്ല. ബട്ട് ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് TCS എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ഈ ടോപ്പ് കമ്പനീസിനടുത്ത് ചോദിക്കുകയും ചെയ്തു, കാര്യം ഇന്ത്യക്ക് ഇപ്പം നമ്മളൊരു മൊബൈൽ എടുക്കണം. ഈ മൊബൈൽ മാനുഫാക്ചറിംഗിൽ ഇന്ത്യ കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് അല്ലാതെ നമുക്കൊരു ബ്രാൻഡില്ല, നമുക്കൊരു സാംസങ്ങും ഇല്ല, നമുക്കൊരു ആപ്പിളും ഇല്ല, ഹുവാവേയും ഇല്ല, ഒന്നും തന്നെ നമുക്കില്ല, മോട്ടറോളയും ഇല്ല.
നമുക്ക് ആ ഒരു ഗെയിമിലോ നമുക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല. ബട്ട് ഈ മൊബൈലിന്റെ പ്ലാറ്റ്ഫോംസിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. ഇപ്പം കമ്പ്യൂട്ടറിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിലാണെങ്കിൽ ഒരു ആപ്പിളിനാണെങ്കിൽ iOS എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിനാണെങ്കിൽ വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. നമ്മൾ മൊബൈൽ പ്ലാറ്റ്ഫോംസിലും PC പ്ലാറ്റ്ഫോംസിലും നമ്മുടേതായ ഓപ്പറേറ്റിംഗ് സിസ്റ്റമും ഇല്ല, ഹാർഡ്വെയറും ഇല്ല, സോഫ്റ്റ്വെയറും ഇല്ല. നമ്മൾ സർവീസസ് കമ്പനിയായി മാറുകയാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ചോദിച്ചു, എന്താണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തൂടെ? അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഗ്ലോബൽ ലെവലിലേക്ക് കൊണ്ടുവന്ന് ഒരു ഗ്ലോബൽ ലെവലിലേക്ക്, ഒരു റീച്ചിലേക്ക്, ഒരു ഗ്ലോബൽ കമ്പനീസ് ആയിട്ട് നിങ്ങൾക്ക് മാറിക്കൂടെ എന്ന് വരെ ഒരു കമന്റ് നമ്മൾ കേട്ടതാണ്. ബട്ട് ഹാവിംഗ് സെഡ് ദാറ്റ്, TCS ഈസ് എ വെരി വെരി ബ്യൂട്ടിഫുൾ ഫണ്ടമെന്റലി സ്ട്രോങ് കമ്പനി. ബട്ട് അതിന്റെ ട്രെൻഡ് ഇതേപോലെ അനീഷ് നേരത്തെ സംസാരിച്ച പോലെ അതിന് ട്രെൻഡ് ഒരു പോസിറ്റീവ് ലെവലിലേക്ക് വന്നിട്ടില്ല. ഫണ്ടമെന്റലി അത് സ്ട്രോങ് ആണ്. എന്നാൽ ഫണ്ടമെന്റലി അതിന്റെ ചീപ്പസ്റ്റ് ഒരു വാല്യുവേഷനിലാണ് ഇത് ട്രേഡ് ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല. സനീഷ് സർ, നമ്മൾ അടുത്തത് ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ 3.46% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 52 ആഴ്ചയിലെ താഴ്ന്ന നിലയിൽ നിന്നും വീണ്ടും ഒരു റിക്കവറി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു മുന്നേറ്റത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ജാഗ്വർ ലാൻഡ് റോവർ, അതായത് JLRനെ കുറിച്ചുള്ള മാനേജ്മെന്റിന്റെ ഒരു അപ്ഡേഷൻ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫോർത്ത് ക്വാർട്ടറിൽ എബിറ്റ് മാർജിൻ ഗൈഡൻസ് 10% എത്താനുള്ള ഒരു സാധ്യത കമ്പനി പറയുന്നു. അതോടൊപ്പം തന്നെ നെറ്റ് ഡെറ്റ് ഫ്രീ ആകാനുള്ള ഒരു സാധ്യത ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി കാണുന്നുമുണ്ട്. നിലവിൽ ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു അണ്ടർടോൺ എങ്ങനെയാണുള്ളത്? ടാറ്റ മോട്ടോഴ്സില് എനിക്കും ഈ സെയിം വ്യൂ തന്നെയാണുള്ളത്. ഒരു റിക്കവറി മോഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിന്റെ ഒരു ലോങ് ടേം ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നമ്മളെ മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓട്ടോ സെക്ടറിൽ ഒരു സൈഡീസ് മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു, ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു, താഴോട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ എയർലി ഒരു സെൽ ഓഫ് തുടങ്ങിയ ഒരു സെക്ടറാണ് ഈ ഓട്ടോ സെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു സെൽ ഓഫ് വന്നിട്ടുണ്ട്. ആ സെൽ ഓഫിന് ശേഷമുള്ള റിക്കവറിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ റിക്കവറി ഫുൾ ആയിട്ട് ഒരു വലിയൊരു മൂവ്മെന്റ്സ് ആയി മാറുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ റിക്കവറി ഒരു കൺസോൾട്ടേറ്റഡ് മൂവ്, അതായത് ബൈങ്ങിന് മുമ്പുള്ള ഒരു വലിയ കൺസോൾട്ടേറ്റഡ് മൂവിലേക്ക് നമുക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു റീറ്റെയിലിനെ സംബന്ധിച്ച് ഒരു വാല്യൂ ബൈങ്ങിന് നോക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഈ ഓട്ടോ സെക്ടറിൽ, പ്രത്യേകിച്ച് ടാറ്റ മോട്ടോർ പോലുള്ള സെഗ്മെന്റിലേക്ക് നോക്കുകയാണ് നല്ലത്. ടെക്നിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 550 നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ദെൻ അവിടെ നിന്ന് ഒരു കൺസോൾട്ടേറ്റഡ് മൂവ് അല്ലെങ്കിൽ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് വരുന്നുണ്ട്. അത് നമ്മൾ 600ലേക്ക്, 650ലേക്ക് അല്ലെങ്കിൽ 750ലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എഗെയിൻ അവിടെ നിന്ന് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വരും. ഇങ്ങനെ ഒരു കൺസോൾട്ടേറ്റഡ് മൂവ് വന്നതിന് ശേഷം ആയിരിക്കും വലിയൊരു പോസിറ്റീവ് മൂവ്മെന്റ്സ് വരുന്നത്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് മൂവ്മെന്റ്സിന് വരുന്നതിന് മുമ്പ് ഒരു ഇയർലി പിക്ക് എന്ന രീതിയിലൊക്കെ നോക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് വാച്ച് ചെയ്യുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും ഒരു വാച്ചിങ് ലിസ്റ്റിലേക്ക് വെക്കാവുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും ഇവിടെ നിന്നും റിക്കവറിക്ക് ഉള്ള റിക്കവറി മോഡ് കാണുന്നുണ്ട്. വോളിയം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ പാരാമീറ്റേഴ്സ്, കാരണം നല്ലൊരു കറക്റ്റീവ് ആക്ഷൻസ് ആണ് കഴിഞ്ഞ ഒരു 2-3 മന്ത്സ് ആയിട്ട് വന്നിരിക്കുന്ന. 1100 ലെവലിൽ നിന്ന് ആണ് കറക്റ്റ് ചെയ്ത് 600ന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു കറക്റ്റീവ് ആക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു കൺസോൾട്ടേഷൻ, അതിനുശേഷം ഒരു പോസിറ്റീവ് മൂവ്മെന്റ്സ് ആണ് ലോങ് ടേമിൽ പ്രതീക്ഷിക്കുന്നത്. വളരെ ഷോർട്ട് ടേമിൽ നോക്കുകയാണെങ്കിൽ 750 വരെയുള്ള മൂവ്മെന്റ്സിന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും മാർക്കറ്റ് ഇപ്പോൾ ആരംഭിച്ച ഒരു ആദ്യത്തെ 45 മിനിറ്റ് പിന്നിടുകയാണ്. 43 പോയിന്റുകളുടെ ഒരു ഇടിവ് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിൽ ട്രേഡ് ചെയ്യുന്നു. കൃത്യം 0.5% കൂടുതൽ ഒരു നേട്ടം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മണിക്കൂറുകളിൽ എങ്ങനെയാണ് മാർക്കറ്റ് പെർഫോം ചെയ്യുന്നത് എന്നടക്കമുള്ള വാർത്തകളുമായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്ന് നമ്മുടെ ടീം റെഡിയാണ്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത് അനില. ഗുഡ് മോർണിംഗ്. ഏതായാലും മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് 22,577 എന്നുള്ള ഒരു ലെവൽ വരെ പോയിട്ടുണ്ട്. അവിടെ നിന്നും ഇപ്പോൾ ഒരു നെഗറ്റീവ് നോട്ടിലേക്ക് ട്രേഡിംഗ് മാറുന്നു. മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സ് വേണം. അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഭാരതി എയർടെലിന്റെ സ്റ്റാർലിങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് അപ്ഡേറ്റ്സ്? ജാസ്മിൻ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർക്കറ്റ് ആരംഭിച്ചതിൽ നിന്നും ഏകദേശം ഒരു 50 പോയിന്റ്സിന്റെ ഇടിവിലേക്കാണ് ഇപ്പോൾ ഇൻഡെക്സ് എത്തിയിരിക്കുന്നത്. 22,433.75 എന്നൊരു പുതിയ ഡേ ലോയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതായത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു മൊമെന്റം കീപ്പ് ചെയ്യാനായിട്ട് ഇൻഡെക്സിന് സാധിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി ഇന്നത്തെ സ്റ്റോക്ക് പെർഫോമൻസ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നലത്തെ വേഴ്സ്റ്റ് പെർഫോമർ ആയിരുന്നുള്ള ഇൻഡസ്ഇൻഡ് ബാങ്ക് ഓഹരികളാണ് ഇന്നത്തെ ഒരു സ്റ്റോക്ക് പെർഫോമർ ആയിട്ട് ആദ്യത്തെ
7:45 പിന്നിടുമ്പോൾ മാറിയിരിക്കുന്നത്. ഏകദേശം 5% മുകളിലുള്ള ഒരു നേട്ടത്തിലേക്കാണ് ഇൻഡസിൻ ബാങ്ക് ഓഹരികളിൽ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഷോർട്ട് കവറിംഗ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒപ്പം ടാറ്റ മോട്ടോഴ്സിന്റെ ഓഹരികളിലും ഇന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു മൊമെന്റം ആണ് കാണുന്നത്. 3% നേട്ടം നൽകാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഏകദേശം അതിന്റെ ഒരു 52 വീക്ക് ഹൈയിൽ നിന്നും 40% ഇടിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ടാറ്റ മോട്ടോഴ്സ്. ആ ടാറ്റ മോട്ടോഴ്സിലും ഇന്നിപ്പോൾ നമുക്കൊരു ബൈയിങ് മൊമെന്റം ആണ് കാണുന്നത്. കൊട്ടക് ബാങ്കും 1.5% മുകളിൽ നേട്ടം നൽകുന്നുണ്ട്. ട്രെൻഡ്, BPCL തുടങ്ങിയ ഓഹരികളിലും 1% മുകളിലുള്ള ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തുന്നത്. ഇനി ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചു വന്നതുപോലെ IT ഓഹരികൾ തന്നെയാണ് ഇന്ന് ഏറ്റവും അധികം ഡ്രാഗ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ജാസ്മിൻ തന്നെ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ആഗോള തലത്തിലുണ്ടാകും, പ്രത്യേകിച്ചും അമേരിക്കയിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റങ്ങളുടെയും ആദ്യത്തെ ഒരു റിഫ്ലക്ഷൻ, അതിന്റെ ഒരു പ്രൈമറി റെസ്പോണ്ടന്റ് ആയി മാറുന്ന ഇന്ത്യയിലെ സെക്ടർ എന്ന് പറയുന്നത് IT തന്നെയായിരിക്കും. IT ഓഹരികളിലും ആ ഒരു അനിശ്ചിതാവസ്ഥയുടെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിപ്രോ, ഇൻഫോസിസ്, HCL ടെക്, TCS തുടങ്ങിയ Tier 1 കമ്പനികളിലെല്ലാം തന്നെ 2% മുതൽ 4%-ലധികമാണ് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഡോക്ടർ റെഡ്ഡിയുടെ ഓഹരികളിലും 1.5% മുകളിൽ ഇടിവിലേക്കാണ് പോയിരിക്കുന്നത്. ഇനി ഇൻഡെക്സിന്റെ മാറി സെക്ടേഴ്സ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഒരു കനത്ത സപ്പോർട്ടായിട്ട് നിഫ്റ്റിക്ക് മാറിയിരിക്കുന്നു. ഒരു പക്ഷേ ആ ഒരു 22,400 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിനെ സഹായിച്ചിരിക്കുന്നത് ബാങ്കും ഒപ്പം തന്നെ ബാങ്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡെക്സുകളുമാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് 0.5% ഒരു മുന്നേറ്റം നടത്തി ബെഞ്ച്മാർക്ക് ഇൻഡെക്സിനെക്കാളും ഒരു ഔട്ട് പെർഫോമൻസ് നടത്താനായിട്ട് നിഫ്റ്റി ബാങ്കിന് സാധിക്കുന്നുണ്ട്. ഏകദേശം 233 പോയിന്റ്സിന്റെ അപ്സൈഡ് മൂവ്മെന്റിൽ 48,084 എന്നൊരു നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒപ്പം നിഫ്റ്റി PSU ബാങ്ക് സൂചികയിലും തുടക്കത്തിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് ലോ ടോണിലാണ് എങ്കിൽ പോലും തുടക്കത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു മൊമെന്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിലേക്ക് വരികയാണെങ്കിലും 0.5% മുകളിലുള്ള ഒരു നേട്ടമാണ് നൽകുന്നത്. ഇനി ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തുന്ന ഇൻഡെക്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ IT തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ടത് 1,100-ലധികം പോയിന്റ്സിന്റെ ഒരു ഇടിവിലേക്കാണ് IT സൂചിക കൂപ്പുകുത്തിയിരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു സ്റ്റാർ ഓഫ് ദ ഡേ ആയിട്ട് മാറിയിട്ടുള്ള റിയൽറ്റി സൂചികയിലും ഹൈ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണുന്നത്. ഏകദേശം 0.7% മുകളിൽ ഒരു ഇടിവിലേക്കാണ് പോയിരിക്കുന്നത്. ഇനി ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ജാസ്മിൻ നേരത്തെ ചോദിച്ചതുപോലെ ഭാരതി എയർടെലുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ ഓൾറെഡി നമ്മൾ അവിടെ ഡെസ്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ ആഡ് ഓൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് നേരത്തെ ഇപ്പോൾ സൂരജ് സാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയിൽ ഇപ്പോഴും പ്രത്യേകിച്ചും റൂറൽ ഏരിയസിലും അതിനോടൊപ്പം തന്നെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള പല ഏരിയാസിലും ഈ ഒരു ഡിജിറ്റൽ സർവീസ് അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും അപ്രാപ്യമായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. അതിൽ നിന്ന് മറികടക്കാനായിട്ട് ഈ മേഖലകളെ കൂടി ഈ ഒരു ഡിജിറ്റൽ കണക്ടിവിറ്റിയിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ഈ ഒരു സാറ്റലൈറ്റ് സേവനം സ്റ്റാർലിങ്കുമായി ബന്ധപ്പെട്ടുള്ള എയർടെലിന്റെ ഈ ഒരു കരാർ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യവൽക്കരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ മേഖലകൾ കൂടി ഡിജിറ്റൽ സർവീസ് രംഗത്തേക്ക് ഉൾപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു പ്രപ്പോസിഷൻ, ഒരു പക്ഷെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു താരിഫ് യുദ്ധത്തിലേക്ക് ഈ ഒരു ടെലികോം മേഖല മാറുന്നു എന്ന്. അതിനൊരു സൂചന എന്നോണം ഈ ഭാരതി എയർടെലിന്റെ CEO ആയിട്ടുള്ള ശ്രീ വിത്തൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത്, അതായത് നിലവിൽ ഇപ്പോൾ മൊബൈൽ നെറ്റ്വർക്ക് ആയിട്ടുള്ള സ്പെക്ട്രത്തിനാണ് ഓപ്ഷൻ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ സാറ്റലൈറ്റ് സ്പെക്ട്രത്തിനും ഒരു ഓപ്ഷൻസ് കൊണ്ടുവരണം. പ്രത്യേകിച്ചും അർബൻ ഏരിയാസിലേക്ക് ഈ ഒരു സാറ്റലൈറ്റ് സ്പെക്ട്രത്തിനും ഓപ്ഷൻ കൊണ്ടുവരണം എന്നൊരു പ്രപ്പോസിഷനാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മേഖലയെയും അതായത് സാറ്റലൈറ്റ് സ്പെക്ട്രത്തിനെയും സാറ്റലൈറ്റ് വഴിയുള്ള കമ്മ്യൂണിക്കേഷനെയും കൂടുതൽ കോമ്പറ്റീറ്റീവ് ആക്കുക എന്ന് തന്നെയാണ് അദ്ദേഹം ഇൻഡയറക്ട്ലി മീൻ ചെയ്തിരിക്കുന്നത്. നിലവിൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അർബൻ ഏരിയാസിൽ മാത്രമാണ് ഇത്തരത്തിൽ ഒരു ഓപ്ഷൻ വേണ്ടി വരുന്നത്. പക്ഷെ അത് മുന്നോട്ടേക്ക് പോകും. അത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു കരാർ യാഥാർത്ഥ്യവൽക്കരിക്കുകയും സ്റ്റാർലിങ്കിന് റെഗുലേറ്ററി പെർമിഷൻസ് ഒക്കെ ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു വളരെ വലിയൊരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലേക്കാണ് ഇന്ത്യയുടെ ടെലികോം മേഖല പ്രത്യേകിച്ചും ഈ ഒരു സാറ്റലൈറ്റ് മേഖല കടക്കുന്നത് എന്ന് തന്നെ പറയാം. അതിനോടൊപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു പോയിന്റ് ഈ ഒരു ആഡ് ചെയ്യാൻ സാധിക്കുന്നത് മോർഗൻ സ്റ്റാൻലിയുടെ ഒരു ഫോക്കസിലേക്ക് കൂടി ഇന്നിപ്പോൾ ഈ ഒരു എയർടെലിന്റെ ഓഹരികൾ എത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും മോർഗൻ സ്റ്റാൻലിയെ സംബന്ധിച്ചിട്ട് 66% ഒരു റാലിയാണ് നിലവിൽ മോർഗൻ സ്റ്റാൻലി എയർടെൽ ഓഹരികൾ ഇപ്പോൾ കാണുന്നത്. അതായത് ഈ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവ്മെന്റോട് കൂടി ബിസിനസ്സിലും അതിനോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലും മുന്നേറാനായിട്ട് എയർടെലിന് സാധിക്കുമെന്നും അതിന്റെ
ഒരു റിഫ്ലക്ഷൻ ഇപ്പോൾ ഓഹരികളിലും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് ആഗോള ബ്രോക്കിംഗ് ഫേം ആയിട്ടുള്ള JP മോർഗൻ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. 66% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ കാണുന്ന ഓഹരികൾക്ക് JP മോർഗനിലെ അനലിസ്റ്റുകൾ ഇപ്പോൾ കാണുന്ന ടാർഗറ്റ് വില എന്ന് പറയുന്നത് 1970 രൂപയാണ്. മികച്ച ഒരു മുന്നേറ്റമാണ്, അല്ലെങ്കിൽ മികച്ചൊരു റാലി തന്നെയാണ് ഇപ്പോൾ ഈ എയർടെൽ ഓഹരികൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം നമുക്ക് പറയേണ്ടുന്ന മറ്റൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ IT സ്റ്റോക്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും IT മേഖലയിൽ വലിയ തോതിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ AI വരവോട് കൂടി വന്നിട്ടുണ്ടായിരുന്നു. CLSAയുടെ ഒരു റിപ്പോർട്ടിലേക്കാണ് എത്തുന്നത്. CLSAയുടെ ഒരു നിലവിലത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ജനറേറ്റീവ് AI വഴി, അതായത് നിലവിൽ ഇപ്പോൾ അല്പ സമ്മർദ്ദം നേരിടുന്നുണ്ട് എങ്കിൽ പോലും ഒരു ലോങ് ടേം പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജനറേറ്റീവ് AI ആയിരിക്കും ഇനി മുന്നോട്ടേക്ക് ഇന്ത്യൻ IT മേഖലയെ നയിക്കുക എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ സൂരജ് സാർ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു AI വന്നതോടുകൂടി ഇന്ത്യൻ മേഖലയുടെ കാതലായിട്ടുള്ള മാറ്റങ്ങളിലേക്കാണ് ഒരു വഴി തുറന്നിരിക്കുന്നത്. ഏതായാലും CLSAയുടെ ഈ ഒരു ടോപ്പിക് അനുസരിച്ചിട്ട് TCSഉം പേഴ്സിസ്റ്റന്റ് സിസ്റ്റത്തിനുമാണ് ഈ ഒരു പക്ഷേ ജനറേറ്റീവ് AIയിൽ ഏറ്റവും അധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു മേഖല IT സ്പേസിലെ ടോപ്പ് പിക്കായിട്ട് TCSനെയും പേഴ്സിസ്റ്റന്റിനെയുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പേഴ്സിസ്റ്റന്റിനെ സംബന്ധിച്ചിട്ട് ഏകദേശം 70% ഒരു റാലി അല്ലെങ്കിൽ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഓഹരികൾക്കുണ്ട് എന്ന് കൂടിയാണ് ഇപ്പോൾ CLSA പറഞ്ഞു വെക്കുന്നത്. താങ്ക് യു അനില. അനിലയാണ് റിസർച്ച് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഞാൻ സൂരജ് സാറിലേക്ക് തന്നെ വരികയാണ്. സാർ, നമ്മൾ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ തന്നെ ഇപ്പോൾ അനീഷ് സാർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഡെറിവേറ്റീവിലെ ക്രമക്കേടുകൾ അല്ലെങ്കിൽ പൊരുത്തക്കേടുകൾ കാരണം ഇന്നലെ സ്റ്റോക്ക് 27% ഒരു ഡിപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഇന്ന് ഒരു 4.5% തിരിച്ചുവരവ് നടത്തുന്നു. മാനേജ്മെന്റ് തലപ്പത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഏതാണ്ട് ചില്ലറ കാര്യമല്ല, 2100 കോടിയുടെ അത്രയും ഒരു വലിയ ക്രമക്കേടുകളാണ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഡെറിവേറ്റീവ് വിഭാഗത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോഴും മാനേജ്മെന്റ് തലപ്പത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് MDയും CEOയുമായിട്ടുള്ള സുമൻ കത്പാലിയ പറയുന്നത് ഈ ഒരു 4ാം പാദത്തിൽ കമ്പനിയുടെ അറ്റാദായത്തിൽ വലിയൊരു കോൺഫിഡൻസ് ആണുള്ളത്. ഈ ഡെറിവേറ്റീവ് വിഭാഗത്തിലെ ഈ തിരിച്ചടികൾ ബാങ്കിനെ കാര്യമായിട്ട് ബാധിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഏതാണ്ട് 5% വെയിറ്റേജ് ഉള്ള ഈ ഒരു ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റ് തലപ്പത്തിൽ നിന്ന് ഇത്രയും അധികം ഒരു കോൺഫിഡൻസ് വരാനുള്ള ഒരു കാര്യം എന്തായിരിക്കും? ജാസ്മിൻ, ഞാൻ ഇൻഡസ്ഇൻഡ് ബാങ്കിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പേ നമുക്കൊരു ലൈവ് ഫീഡ് നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നാരായൺ കാർത്തികേയൻ അയക്കുന്നുണ്ട്. അതായത് നമ്മുടെ അനില പറഞ്ഞു വെച്ചത് നമ്മുടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചും സാറ്റലൈറ്റ് ഇന്റർനെറ്റിനെ കുറിച്ചുമാണ്. ഒരു ടാറ്റ ബേസ്ഡ് ചെറിയൊരു സ്മോൾ ക്യാപ് കമ്പനിയുണ്ട്. ഇത് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് പറയുന്നത് റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് അറിവിന് വേണ്ടി മാത്രം പറയണം. കമ്പനിയുടെ പേര് നെൽകോ എന്നാണ്, NELCO. ഈ NELCOയും ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടാറ്റ ഗ്രൂപ്പ് മാനേജ്മെന്റ് ഉള്ള കമ്പനിയാണ് കേട്ടോ. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇൻ ഫ്ലൈറ്റ്, അതായത് ഇനി മുതൽ ചിലപ്പോൾ ഫ്ലൈറ്റുകളിലും ഒരു വൈഫൈ വന്നേക്കാം, അല്ലെങ്കിൽ നമ്മൾ മർച്ചന്റ് നേവി ഷിപ്സ് ഒക്കെ ഉണ്ടല്ലോ, അല്ല ഈ കടലിൽ പോകുന്ന ഷിപ്സിനും ഒക്കെ ഒരു മാരിടൈം യൂസേജിന് വേണ്ടിയിട്ട് ഇന്റർനെറ്റ് വേണമെന്നുണ്ടെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നെൽകോ എന്നുള്ളത്. എനിക്ക് നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് ആ ഇൻഫർമേഷൻ ഒന്ന് പറയണം എന്ന് പറഞ്ഞ് നാരായൺ കാർത്തികൻ പാസ് ചെയ്തുകൊണ്ട് ഞാൻ ഒന്ന് ഇൻഫർമേഷൻ എന്താ പറയുക നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ധരിപ്പിച്ചു എന്ന് മാത്രം. രണ്ടാമത് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ജാസ്മിൻ ചോദിച്ചതുപോലെ ശരിയാണ്. ബാങ്ക് ഇന്നലെയുള്ള എല്ലാ കമ്മ്യൂണിക്കേയിലും, അത് പ്രസ് റിലീസിലായാലും ശരി, ഇന്റർവ്യൂകളിലായാലും ശരി, അവർ അനലിസ്റ്റ് മീറ്റുകളിലായാലും ശരി, അവർ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് വെച്ചാൽ ഈ 1520 കോടിയുടെ ഡെറിവേറ്റീവ് ലോസ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ പോലും Q4 റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അത് മാനേജ്മെന്റ് പറയുന്നത് 9 മാസം കൊണ്ട്, ഈ കഴിഞ്ഞ 24-25 ഫിനാൻഷ്യൽ ഇയറിൽ 9 മാസം കൊണ്ട് ഏതാണ്ട് 11,000 കോടി പ്രോഫിറ്റ് കിട്ടിയ കമ്പനിയാണ്. ഇനി വരാൻ പോകുന്ന ക്വാർട്ടറിൽ കൂടി വൺ ടൈം ലോസ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഇതിന്റെ ബാലൻസ് ഷീറ്റിനും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റും ഉണ്ട് എന്നാണ് പറയുന്നത്. ബാങ്കിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു പ്രോഫിറ്റ് കൊണ്ടുവരാൻ പറ്റും എന്ന് തന്നെയാണ് അവർ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞേക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് മാനേജ്മെന്റ്, ഹിന്ദുജ ഗ്രൂപ്പിന്റെ കമ്പനിയാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇതിന്റെ പോസിറ്റീവായിട്ട് പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ മാനേജ്മെന്റ് പറയുന്നത് ഞങ്ങളുടെ സ്റ്റേക്ക് ഇപ്പൊ ഏതാണ്ട് 15 തൊട്ട് 16% വരെയാണ്. RBI പെർമിഷൻ തരികയാണെങ്കിൽ ബാങ്കിൽ നമുക്ക് വെറുതെ കയറി സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. ബാങ്ക് RBIയുടെ റെഗുലേഷൻ അനുസരിച്ച് RBI നമുക്ക് പെർമിഷൻ തന്നാൽ മാത്രമേ പ്രൊമോട്ടറിന് അത് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. 15% നിന്ന് അല്ലെങ്കിൽ 16% നിന്നും 26% വരെ ഇൻക്രീസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് കൂടെ മാനേജ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ക്യാപിറ്റൽ അഡ്വക്കസി റേഷ്യോ 15% മുകളിലായിരിക്കും ഇങ്ങനത്തെ ഒരു ഡെറിവേറ്റീവ് ഹിറ്റ് ബുക്കിൽ
വന്നിട്ടതും ഇതെല്ലാം പോസിറ്റീവായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം കൂടി ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇതിന് നമ്മുടെ പ്രേക്ഷകരിൽ ആരെങ്കിലും ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പറയുക, നമ്മൾ ഈ പോസിറ്റീവും നെഗറ്റീവ്സും പറയുന്നത് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ഇതിൽ ടെൻഷൻ അടിക്കാതിരിക്കുക, ഇതിൽ ആക്ഷൻ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ സങ്കടപ്പെടാതിരിക്കുക. രണ്ട് വശവും നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ചുമതലയും ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഞങ്ങൾ പോസിറ്റീവ് എല്ലാം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിരത്തി. അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഇവിടുന്ന് ഷെയർ റീട്രേസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല ഒരു റിട്ടേൺ ഉണ്ടാക്കട്ടെ. ഈ കേദാറിന്റെ നമുക്ക് ലൈഫ് ഫീഡ് അനുസരിച്ച് ഏതാണ്ട് 15.14% അപ്പാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്നുള്ളത്. അത് അങ്ങനെ തന്നെ നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. ബട്ട് ഇതിന്റെ ഒരു നെഗറ്റീവ് വശം കൂടെ നമ്മൾ പറഞ്ഞു വെക്കാതെ നമുക്കൊരു നിർവാഹമില്ല. കാരണം വെച്ചാൽ ഇത് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ സ്ട്രെസ് ഇവർ ഐഡന്റിഫൈ ചെയ്തത് ഒക്ടോബർ 2024 സ്ട്രെസ്. അതായത് ഏപ്രിൽ 2023 RBIയുടെ ഒരു റെഗുലേഷൻ വന്നു, ഇനി മുതൽ ട്രേഡ് നടത്താൻ പാടില്ല. അതായത് ഏപ്രിൽ 1, 2024 മുതൽ നിങ്ങൾ ഇതെല്ലാം നിർത്തി കറക്റ്റ് റിപ്പോർട്ട് ഞങ്ങൾക്ക് തരണം എന്നാണ് RBI ഡെറിവേറ്റീവ് ട്രേഡിങ്ങിനെ കുറിച്ച്, ഇന്റേണൽ ട്രേഡിങ്ങിനെ കുറിച്ച് അവർ പറയുന്നത്. സാധാരണ എല്ലാ ബാങ്കും ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ഇതെല്ലാം നിർത്തി RBIക്ക് ഇൻഫർമേഷൻ കൊടുത്തു, ഏതാണ്ട് ജൂൺ 2024 എന്നാൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇതിനെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അന്ന് ഇൻഡസ്ഇൻഡ് ബാങ്കിന് വേറെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് മൈക്രോ ഫിനാൻസിന്റെ കാര്യങ്ങളിലും ജുവലറി ലെൻഡിങ്, നമ്മുടെ എന്താ പറയാ ജെംസ് ആൻഡ് ജുവലറിയുടെ കേസിൽ കുറച്ച് ലോൺ കൊടുത്തതിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അന്ന് ഇൻഡസ്ഇൻഡ് ബാങ്ക് പറഞ്ഞാൽ ഞങ്ങൾ ആ കാര്യങ്ങളായിട്ട് ബിസി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള. ബട്ട് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നേരത്തെ ജാസ്മിൻ എന്താ പറയുക, സുമന്ത് കത്പാലിയ അല്ലെ, സുമന്ത് കപ്പാലിയ എന്ന് പറഞ്ഞ MDയും CEO ആണ് അല്ലെ. 2023 ജൂൺ മുതൽ 2024 ജൂൺ വരെ നമ്മൾ ഇതിനകത്തൊരു ഇൻസൈഡർ ട്രേഡിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സുമന്ത് കപാലിയ ഏതാണ്ട് 118 കോടിയുടെ ഷെയർ സെല്ല് ചെയ്തിട്ടുണ്ട്. ഏത് റേറ്റിനാണെന്നറിയോ? 1437 രൂപയ്ക്ക് CEO സെല്ല് ചെയ്തിട്ടുണ്ട്. അതേ കാലഘട്ടത്തിൽ തന്നെ ഡെപ്യൂട്ടി CEO ഏതാണ്ട് 70 കോടിക്ക് 1451 സെല്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഇൻസൈഡർ സെല്ലിംഗ് ഏതാണ്ട് 2023 മുതൽ 2024 ജൂലൈ വരെ അതിനകത്ത് നടന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ചിലപ്പോൾ ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം ഇൻവെസ്റ്റേഴ്സ്, പക്ഷെ നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് വിഷ്ണു, നിഖിലൊക്കെ ഉദ്ദേശിക്കുന്ന ബാങ്കിങ് മേഖല മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് ഇൻവെസ്റ്റേഴ്സ് തന്ന ഫ്രഷ് ഇൻഫർമേഷൻ ആണ് ഞങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൂടാതെ മാർച്ച് 24 മുതൽ ഡിസംബർ 24 വരെ ഒരു തേർഡ് പാർട്ടി FII, ഞാൻ FIIയുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാര്യം അതിനകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് നമുക്ക് ചാനൽ എന്നുള്ള പേരിലുണ്ട്. ഏതാണ്ട് അവരുടെ ഷെയർ ഹോൾഡിംഗ് 40% നിന്ന് 25% കുറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ സമയത്ത് പ്രത്യേകത എന്നറിയോ? മാർച്ച് മുതൽ ഡിസംബർ വരെ. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഇവർ തിരിച്ചറിയുന്നത് ഇങ്ങനെ ഒരു ഡെറിവേറ്റീവ് ലോസ് ഉണ്ട്. അതായത് സെപ്റ്റംബർ 2024 ഒക്ടോബർ 2024 ഇവര് മനസ്സിലാക്കി ഇങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് ഉണ്ടെന്ന്. അതിനു മുമ്പേ പ്രൊമോട്ടർ സെല്ല് ചെയ്തു കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ. ഈ സമയത്ത് ഏതാണ്ട് ഒരു FII, ഒരു ഇമ്പോർട്ടന്റ് FIIയും അവർ സെല്ല് ചെയ്ത് അവർ കുറച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇത് കോയിൻസിഡന്റൽ ആയിരിക്കാം. ഇൻസിഡന്റ്ലി ഇതൊരു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ മേടിച്ചിട്ടുണ്ട്. ആ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടാണ്. ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ പൈസയാണ്. ഇപ്പൊ വന്ന് ഏതാണ്ട് FIIസിന്റെ ഷെയർ ഹോൾഡിംഗ് കുറഞ്ഞു. പ്രൊമോട്ടറിന് ആകപ്പാടെ 16% ഉള്ളൂ. ഏതായാലും 50% ഷെയർ ഏതാണ്ട് പബ്ലിക്കിന്റെ തലയിലാണ് എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവമായിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇതൊരു നെഗറ്റീവായിട്ട് നിങ്ങൾ കണക്കാക്കരുത്, പക്ഷേ നിങ്ങളെ സത്യാവസ്ഥ അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഡെസ്കിന്റെയും എന്റെയും ജാസ്മിന്റെയും റെസ്പോൺസിബിലിറ്റിയാണ് ഇത്. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചെന്നുള്ളൂ. ഇതെല്ലാം കോയിൻസിഡന്റൽ ആയിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ബട്ട് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ചേർത്ത് വെച്ചിട്ടാണ് ഈ ഇൻഡസ്ഇൻഡിന്റെ ഇഷ്യൂ. അല്ലാണ്ട് ഒരു വൺ ടൈം ഡെറിവേറ്റീവ് ലോസ് എന്ന് പറയുന്നത് 1500 കോടി അവർ അക്കൗണ്ട് ചെയ്തതെല്ലാം ഈ Q4 പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ സാധാരണ മാർക്കറ്റ് അത് ഓവർലുക്ക് ചെയ്ത് പോകേണ്ടതാണ്. ബട്ട് ഈ വക കാര്യങ്ങൾ കൂടെ വന്നത് ഇതിന് തീർച്ചയായിട്ടും കൂനിൽമേൽ കുരു എന്ന് പറയുന്ന പോലെ. ബട്ട് ഭാഗ്യവശാൽ അത് ഇൻവെസ്റ്റേഴ്സിന്റെ നല്ലതിനായിക്കോട്ടെ ഇന്നൊരു 4-4.5% ആസ് ഐ സ്പീക്ക് എനിക്ക് കിട്ടിയ അപ്ഡേറ്റ് നമ്മുടെ ഡെസ്കിൽ നിന്ന് കിട്ടുന്നത് 4.39% അപ്പാണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യെസ്, ഇനി അനീഷ് ചന്ദ്രൻ സാറിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. കാസ്ട്രോൾ ഇന്ത്യയെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നൊരു നെഗറ്റീവ് നോട്ടിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നിഫ്റ്റിയുടെ ഒരുപാട് കറക്ഷൻ ആണ് ഈ ഒരു 2025 അല്ലെങ്കിൽ ഒരു 2024 സെപ്റ്റംബറിന് ശേഷം ഇങ്ങോട്ട് സാക്ഷ്യം വഹിച്ചത്. പക്ഷെ അപ്പോഴും 2025 സാമ്പത്തിക വർഷത്തിൽ 186 രൂപയിൽ നിന്ന് 239 രൂപ എന്നുള്ള ഒരു നിലയിലേക്ക് ഈ ഒരു സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ 238 രൂപ എന്നുള്ള ഒരു നിലയിലേക്കാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു ഇയർ ടു ടിൽ ഡേറ്റ് പെർഫോമൻസ് നോക്കുമ്പോഴും 20% മുകളിലേക്കുള്ള ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. ലാസ്റ്റ് 1 മന്തിലും 15% അടുത്തൊരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു സ്റ്റോക്ക് എന്ന് വേണം നമുക്ക് ഇതിനെ ഒന്ന് വിലയിരുത്താനായിട്ട്. നിലവിൽ കാസ്ട്രോളിനെ എങ്ങനെയാണ് സർ നോക്കിക്കാണുന്നത്? ഓക്കെ, കാസ്ട്രോളിലേക്ക് വരുന്നതിന് മുമ്പ് സൂരജിയുടെ അനാലിസിസ് കണ്ടു. ഇത്
ഇൻഫർമേഷൻസ് ഒക്കെ ഉള്ളതാണെങ്കിൽ കളക്റ്റീവായിട്ട് അത് കൊടുത്തുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ ഇൻഫോം ചെയ്യുന്നത് കൊണ്ട് അതിനെ നമുക്കതിൽ വളരെ എല്ലാ രണ്ട് സൈഡും പറയുന്നത് കൊണ്ട് അത് ബാലൻസ് ചെയ്ത് പോയിട്ടുണ്ട്. അതിനെ വളരെയധികം ഒരു നല്ലൊരു അനാലിസിസ് ആയിട്ട് കാണുന്നു. അതിനെ കളക്റ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ എത്തിക്കുക എന്നതാണ് നമ്മുടെ പത്രത്തിന്റെ അല്ലെങ്കിൽ മാധ്യമത്തിന്റെ ഒരു ധർമ്മം. അത് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ സന്തോഷത്തോടെ നോക്കിക്കാണുന്നത്. രണ്ടാമത് നമ്മുടെ കാസ്ട്രോളിലേക്ക് വരാം. കാസ്ട്രോള് ഫണ്ടമെന്റലി എന്ത് തന്നെ ആയിരുന്നാലും ന്യൂസ് ഉണ്ട്, ഒഴുക്കുന്നതിനെ നീന്തുന്നു എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ടെക്നിക്കലി സ്പീക്കിംഗ് അത് ഒരു വലിയൊരു ബ്രേക്ക് ഔട്ടിന്റെ പാതയിലായിരുന്നു. അതെന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്ന ഒരു പാറ്റേണിൽ നിന്ന് അത് ബ്രേക്ക് ഔട്ട് ചെയ്തതാണ്. ഒരു 220 ആയിരുന്നു അതിന്റെ ഒരു ത്രെഷോൾഡ് എന്ന് പറയുന്ന ലെവല്. ആ 220 എബോ ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ റിവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ എക്സ്പീരിയൻസ് ചെയ്തു. ടെക്നിക്കലി പറയുകയാണെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അവിടെ നിന്ന് അത് ബുള്ളിഷ്നെസ് ആണ്. എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു 320 ലെവൽസിലേക്കായിരിക്കും ഇതൊരു ഷോർട്ട് ടൈമിന്റെ മൂവ്മെന്റ്സ് എന്നാണ് നമ്മുടെ പാറ്റേൺ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. വളരെ ഷാർപ്പായിട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും. പോസിറ്റീവ് ആയിട്ടുള്ള വളരെയധികം ഒരുപാട് ആളുകൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വലിയ വോളിയം തന്നെ നമുക്ക് കാണുന്നുണ്ട്. അപ്പം പാർട്ടിസിപ്പേഷൻ എല്ലാം വളരെ ഹൈ ആണ്. അപ്പൊ ഇതൊരു വലിയ മൂവ്മെന്റ്സിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 320 ലെവലിലേക്കാണ് നെക്സ്റ്റ് ലെവൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. 220 210 എന്ന് പറയുന്നത് വളരെ സപ്പോർട്ട് സോൺ ആണ്. അത് നമ്മൾ ത്രെഷോൾഡ് ബ്രേക്ക്ഔട്ട് ലെവൽ തന്നെയാണ്. അപ്പം ഒരു സപ്പോർട്ട് ലെവലായിട്ട് 210 വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 320 വരെ പോകാനുള്ള സാധ്യത ഷോർട്ട് ടൈം വ്യൂവിൽ കാണുന്നുണ്ട്. വെരി ഷോർട്ട് ടൈം നോക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് തന്നെയാണ്. തന്നെ അവരൊരു ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരു 9.5 rupees ഒരു ഡിവിഡൻഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സറൗണ്ടിങ് ഒരുക്കിക്കൊണ്ട് ടെക്നിക്കലി നല്ലൊരു ബ്രേക്ക്ഔട്ട് മൂവ്മെന്റ്സ് ഇതിൽ സാധ്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും കാസ്ട്രോള് നിങ്ങൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. ഒരു ഷോർട്ട് ടൈം ട്രേഡറെ സംബന്ധിച്ച് അല്ലെങ്കിൽ റീറ്റെയിലിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു ഷെയർ ആണ്. അതിന്റെ മൂവ്മെന്റ്സും അതിന്റെ ഒരു സ്പീഡും നമ്മൾ വളരെയധികം വാച്ച് ചെയ്ത് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യുക എന്നതാണ് ഞാൻ ഈ സ്റ്റോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സൂരജ് സാറിന് ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. സൂരജ് സാറിലേക്ക് തന്നെ പോവാം. ഇൻസിഡന്റലി ജാസ്മിൻ, അതിൽ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമുക്ക് അഭിജിത്ത് നമ്മുടെ പ്രൊഡക്ഷൻ ഡെസ്കിൽ നിന്ന് നമുക്കൊരു ഇൻഫർമേഷൻ നമുക്ക് ലൈവായിട്ട് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. കാര്യം നമ്മളിപ്പോൾ പറഞ്ഞത് ഇൻഡസ്ഇൻഡ് ബാങ്കിലെ ഇൻസൈഡർ ട്രേഡിംഗ് അലഗേഷനെ കുറിച്ചാണ്. കെയ്ൻസ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക്. അത് തന്നെയാണ് ഞാൻ സാറിലേക്ക് ചോദിക്കാൻ കെയ്ൻസ് ടെക്നോളജി ഏതാണ്ട് ക്രാക്കിംഗ് 10%. അതിൽ എന്താണ് അതിന്റെ ഇഷ്യൂ എന്നറിയോ? വീണ്ടും ഇൻസൈഡർ ട്രേഡിംഗ് അലഗേഷൻസ് അഗെയിൻസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ രമേശ് കുഞ്ഞിക്കണ്ണൻ. അത് മലയാളിയാണെന്ന് തോന്നുന്നു പേര് കേട്ടിട്ട്. നമ്മൾ ഇതിനകത്ത് നമ്മൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ഒരു കാര്യം അറിയോ? ഞാൻ അതിനു മുമ്പ് പറഞ്ഞു വെക്കേണ്ട ഒരു വാക്കുണ്ട്. അതായത് സൈക്കോളജിയിൽ ദർ ഇസ് സംതിങ് കോൾഡ് ബിഹേവിയറൽ ഫിനാൻസ്. ബിഹേവിയറൽ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ, അത് ഇൻവെസ്റ്റിംഗ് ആയിക്കോട്ടെ, സേവിങ്സ് ആയിക്കോട്ടെ, സ്പെൻഡിങ് ആയിക്കോട്ടെ, അതിന് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിൽ ആ സൈക്കോളജിക്കൽ ബിഹേവിയറൽ ഫിനാൻസിൽ പറയുന്ന ഒരു വാക്കുണ്ട് കൺഫർമേഷൻ ബയസ്. കൺഫർമേഷൻ ബയസ് എന്ന് പറഞ്ഞാൽ എനിക്കും ജാസ്മിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും, അത് FI എന്നൊന്നുമില്ല, മനുഷ്യനാണെങ്കിൽ വരുന്ന ഒരു കാര്യമാണ്. അത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ല. അതെന്താ വെച്ചാൽ നമ്മൾ ഒരു കാര്യം, നമ്മളൊരു തീസീസ് ഉണ്ട്. അതായത് നമ്മളൊരു സ്റ്റോക്ക് മേടിച്ചു, അത് പോസിറ്റീവാണ്, അത് കയറും എന്ന് നമ്മൾ വിശ്വസിച്ചാണല്ലോ നമ്മളൊരു സ്റ്റോക്ക് മേടിക്കുന്നത്. അത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബിലീഫിനെ നമ്മളങ്ങ് കൺഫേം ചെയ്യാണ്. എങ്ങനെ കൺഫേം ചെയ്യുന്നു? അതിനെക്കുറിച്ച് വരുന്ന നെഗറ്റീവ് ന്യൂസുകളൊക്കെ മാറ്റി വെക്കുക, പോസിറ്റീവ് ന്യൂസ് മാത്രം നമ്മൾ അബ്സോർബ് ചെയ്യുക. നമ്മൾ എന്തോ വലിയ ആളാണ്, ഞാൻ ആരാ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്കും ജാസ്മിനും ഏതൊരു ഇൻവെസ്റ്ററും. ഇപ്പൊ നമ്മൾ പറയാം, എനിക്കറിയാം, ഞാനിപ്പോ ഏത് സമയത്തും നമ്മൾ സൊമാറ്റോനെ കുറിച്ച് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ സൊമാറ്റോനെ കുറിച്ച് ഒരുപാട് കമന്റ് വരും. കാര്യം ഒരുപാട് നാട്ടുകാർ അതിന് ബുള്ളിഷാണ്. ആയിക്കോട്ടെ, നല്ല കാര്യം, സൊമാറ്റോ ഇവിടുന്ന് പെർഫോം ചെയ്യട്ടെ, വളരെ ക്ലാസിക് ബിസിനസ്സാണ്. ബട്ട് മാർക്കറ്റിൽ എന്നും 25 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ്, 25 കൊല്ലത്തെ പോസിറ്റീവ് എക്സ്പീരിയൻസും നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിൽ നമ്മൾ നെഗറ്റീവ് പറയുന്നത് ജനങ്ങളുടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു കാര്യം കിട്ടുമ്പോൾ നിങ്ങൾ രണ്ട് വശത്തു കൂടി നോക്കിയിട്ട് നിങ്ങൾ യുക്തിയായ റാഷണൽ ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് പോകണം എന്നുള്ളതാണ്. ഈ കെയ്ൻസ് ടെക്നോളജി എന്ന് നമ്മൾ എന്നും പറഞ്ഞിട്ട് എന്താണെന്ന് അറിയാം. ഇപ്പൊ ഡിക്സൺ ടെക്നോളജീസ് ഇന്ത്യൻ മാർക്കറ്റിലെ വളരെ ഔട്ട് പെർഫോമിംഗ് സ്റ്റോക്കാണ്. വ്യക്തിപരമായിട്ട് ഞാൻ പറയണമെങ്കിൽ ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്തതും ഈ ചാനലിൽ തന്നെ. ഞാൻ ഒരു കാര്യം കൂടെ ഇൻഫർമേഷൻ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തോട്ടെ. ഈ ചാനലിൽ തന്നെ ഞാൻ ഗസ്റ്റ് ആയിട്ട് വന്നപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ് സൊമാറ്റോയും ഡിക്സണും 3-4 കൊല്ലം മുമ്പേ തന്നെ. അതേ ഞാൻ തന്നെ ഇപ്പോഴും പറയുന്നു, ഞാൻ അതിന്റെ പേഴ്സണൽ ബെനിഫിഷ്യറിയാണ് ആ സ്റ്റോക്കിന്റെ പെർഫോമൻസിൽ. ഞാൻ അത് ഹോൾഡ് ചെയ്യുന്നു, എന്റെ റിലേറ്റീവ്സ് ഹോൾഡ് ചെയ്യുന്നു. ആ ഡിസ്ക്ലോഷർ കൂടി ഞാൻ പറയട്ടെ, ഈ ഡിക്സൺ ടെക്നോളജീസിന്റെ പ്രൊമോട്ടർ അന്ന് ഞാൻ മേടിക്കുമ്പോഴും എന്റെ അടുത്ത് പലരും ചോദിച്ചു എന്താണ് ഇതിന് ബുള്ളിഷ്. കാരണം നോർത്ത് ഇന്ത്യ എന്റെ അടുത്ത് ചോദിച്ച പഴയ വെസ്റ്റേൺ എന്ന് പറയുന്ന കമ്പനി ഉണ്ട്, വളരെ മോശമായിട്ടുള്ള ഒരു പ്രൊമോട്ടർ ആയിരുന്നു. അവർ തന്നെയാണ് ഈ ഡിക്സൺ ടെക്നോളജീസിന്റെ പ്രൊമോട്ടർ. അന്ന് എന്റെ അടുത്ത് ചോദിച്ചു ഇതിനകത്ത് റിസ്ക് അതല്ലേന്ന് ചോദിച്ചു.
തീർച്ചയായിട്ടും അതിനകത്ത് റിസ്ക് അതായിരുന്നു. സ്റ്റോക്ക് നന്നായിട്ട് പെർഫോം ചെയ്തു. ഇന്ന് ഹൈൻഡ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആഘോഷിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ടും അത് 10-40% 40 ടൈംസ് കണ്ട് റിട്ടേൺ തന്നൊരു സ്റ്റോക്കാണ്. ബട്ട് അതിന്റെ പ്രൊമോട്ടറിന് അന്ന് ഒരു ഷെയ്ഡി ക്യാരക്ടർ ഉണ്ടായിരുന്നു എന്നുള്ള വാസ്തവം തന്നെ. ഈ പ്രൊമോട്ടർ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ അത് കെയ്ൻസ് ടെക്നോളജി നമ്മൾ പറഞ്ഞത് എന്താ, അടുത്ത നെക്സ്റ്റ് ഡിക്സൺ അല്ലെങ്കിൽ കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് കമ്പനിയായിട്ട് വന്നു എന്ന് പറഞ്ഞത്. ഇതൊന്നും നെഗറ്റീവ് ആവണമെന്നില്ല. സെബിയുടെ നോട്ടീസ് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് സത്യമാവരുത് എന്ന് തന്നെയാണ് എന്റെയും പ്രാർത്ഥന, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നത്. ബട്ട് ഈ വക കാര്യങ്ങൾ പറഞ്ഞു പോവുക എന്നുള്ള ഒരു റെസ്പോൺസിബിൾ ചാനലായിട്ട് മൈഫിൻ എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻ കാണുക. ജാസ്മിൻ, യെസ്, അനീഷ് സാറിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ പറഞ്ഞ കെയ്ൻസ് ടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം സെബിയിൽ നിന്ന് ഒരു ഷോക്കോസ് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ 10% ഈ ഒരു സ്റ്റോക്ക് ഇന്ന് വീണിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് കമ്പനി എന്നുള്ള നിലയിൽ ഇന്റഗ്രൽ പാർട്ടാണ്. ഈ പറഞ്ഞ ഡിക്സൺ പോലെ തന്നെ അതിനപ്പുറത്തേക്ക് വളരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് കെയ്ൻസിനെ കാണാം. നിലവിൽ കെയ്ൻസിന്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് എങ്ങനെയാണുള്ളത്? ആൾറെഡി ഇതൊരു ഡൗൺ ട്രെൻഡിലെ ഒരു സ്റ്റോക്സ് ആണ്. ഇപ്പോൾ ഇന്ന് മാത്രമല്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. 7600 ലെവലിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്സ് ആണ്. ഇപ്പൊ അവിടെ നിന്ന് ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇടയ്ക്ക് ഒരു കൺസോൾട്ടേഷൻസ് വന്നിരുന്നു. ആ ഒരു കൺസോൾട്ടേഷൻസ് ആണ് ഇപ്പോ വീണ്ടും ഒരു ചോദ്യചിഹ്നമായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ അതിൽ കമന്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഒരു റെസിഡൻസ് പോയിന്റ് മാത്രം ഞാൻ കമന്റ് ചെയ്യാം. 4500 എന്ന് പറയുന്ന ഒരു റെവന്യൂക്ക് മാത്രമേ കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ കാരണം വോളിയം ഇപ്പോൾ വളരെ കുറവാണ്. അതിന്റെ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഒന്നുകൂടെ വാച്ച് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നാണ് എന്റെ ഒരു സ്ട്രാറ്റജി. ഞാൻ കാണുന്നത്, ഞാൻ എതിരായിട്ട് പോസിറ്റീവായിട്ടും പറയുന്നില്ല, ഒരു നെഗറ്റീവായിട്ടും പറയുന്നില്ല. ബട്ട് ഒരു 4500 എന്നുള്ള റെസിഡൻസ് പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. എഗെയിൻ ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 4000 ആണ്. എങ്കിലും അവിടെ നിൽക്കുമോ എന്നുള്ളതൊന്ന് വാച്ച് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു കമന്റ് പറയാൻ സാധിക്കുക. വെയിറ്റ് ആൻഡ് സീ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഈ സ്റ്റോക്സിൽ ഇപ്പോൾ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഒരുപാട് ടെക്നിക്കൽ ഡീറ്റെയിൽസ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ അഡീഷൻ ചെയ്യാനായിട്ട് ഏതെങ്കിലും സ്റ്റോക്കോ സെക്ടറോ താങ്കൾ കരുതി വെച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഓട്ടോ സെക്ടർ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യുന്ന സെക്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിൽ തന്നെ ടാറ്റ മോട്ടോഴ്സ്, അതേപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ രംഗത്തുള്ള സ്റ്റോക്സുകൾ, ഇലക്ട്ര പോലുള്ള സ്റ്റോക്സുകൾ വാച്ച് ചെയ്യുക. ദെൻ ഞാൻ വേറെ 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് കാസ്ട്രോൾ ടെക്നിക്കലി വളരെ പോസിറ്റീവ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വാച്ച് ചെയ്യുക, എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞു. ദെൻ PSU ബാങ്ക്സിന്റെ ലെവൽ, അതായത് നമ്മുടെ കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് പോലുള്ള ബാങ്ക്സ് ലെവലില് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതെല്ലാം തന്നെ ഒരു പോസിറ്റീവ് മൊമെന്റിലേക്ക്, ഇപ്പോൾ അത് പോസിറ്റീവ് മൊമെന്റിലേക്ക് ആയിട്ടില്ല, ഒരു മൊമെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ആ മൊമെന്റത്തിൽ എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് ഒരു PSU ബാങ്ക്സിന്റെ സ്റ്റോക്സ് തന്നെയായിരിക്കും. അപ്പൊ ആ ലെവലിൽ നിങ്ങൾ ആ സ്റ്റോക്സുകൾ, PSU ബാങ്കിന്റെ സ്റ്റോക്സുകൾ നോക്കുന്നതും നല്ലതായിരിക്കും. കൂടെ ഓട്ടോ സെക്ടറും വാച്ച് ചെയ്യുക. ദെൻ പുതിയ അപ്ഡേഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. ഏതായാലും ഇത്രയും സമയം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് അദ്ദേഹം പങ്കുവച്ചു. വീണ്ടും അടുത്ത ഒരു സെഷനിൽ അദ്ദേഹം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. സൂരജ് സാർ, ഞാൻ അദ്ദേഹം നിർത്തിയ കാസ്ട്രോൾ ഇന്ത്യയിലേക്ക് തന്നെയാണ് വരുന്നത്. കാസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ തന്നെ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു മാർക്കറ്റ് ഷെയർ നോക്കുന്ന സമയത്ത് ഇന്ത്യൻ ലൂബ്രിക്കന്റ് ഇൻഡസ്ട്രിയുടെ ഏകദേശം 20% ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് കാസ്ട്രോൾ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് സൗദി അരാംകോയുമായിട്ടുള്ള ഒരു ഡീലുകളൊക്കെ തന്നെ കമ്പനിക്ക് വന്നു ചേരുന്നു. നിലവിൽ കാസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും എത്രമാത്രം ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്? ജാസ്മിൻ, കാസ്ട്രോള് തീർച്ചയായിട്ടും ടെക്നിക്കൽ ചാർട്ടിൽ വളരെ ബുള്ളിഷ് ആയിട്ട് കാണുന്ന ഒരു സ്റ്റോക്കാണ്. നമ്മുടെ അനീഷ് ഇപ്പോൾ ഷെയർ ചെയ്യുകയും ചെയ്തു അതിന്റെ ഇൻഫർമേഷൻ. ഇതിൽ രസകരമായിട്ടുള്ള കാര്യം, ഈ കാസ്ട്രോൾ മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഈ കാസ്ട്രോള് ഈ BP ബ്രിട്ടീഷ് പെട്രോളിയത്തിന്റെ ഒരു സബ്സിഡറിയാണ് ഈ കാസ്ട്രോൾ എന്ന് പറയുന്നത്. അടുത്ത കാലത്ത്, അതായത് ഏതാണ്ട് ഒരു 5-6 മാസം മുമ്പേ ഈ ബ്രിട്ടീഷ് പെട്രോളിയത്തില് ഒരു ഈലിയട്ട് ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കമ്പനിയും വന്ന് സ്റ്റേക്ക് എടുക്കുമ്പോൾ വെറുതെ വന്ന് സ്റ്റേക്ക് എടുക്കുകയല്ല, അദ്ദേഹം കമ്പനിയോട് ഒരുപാട് കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യും. ഇപ്പൊ മൾട്ടിനാഷണൽ കമ്പനി ഇന്ത്യൻ കമ്പനിയുടെ പോലത്തെ അല്ല ഷെയർ ഹോൾഡിംഗ്. നമ്മുടെ ഇന്ത്യൻ കമ്പനിയിൽ എപ്പോഴും പ്രൊമോട്ടറിന് 50%, 60%, 70% ഉള്ളത് പ്രൊമോട്ടറാണ് കിങ്. അവിടെ അങ്ങനെയല്ല. ഒരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡർ ആക്ടിവിസം വളരെ ഹൈ ആണ്. അപ്പോൾ അനലിസ്റ്റ് മീറ്റ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് മീറ്റ് അല്ലെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിംഗിലൊക്കെ ഷെയർ ഹോൾഡേഴ്സ് പറയുന്നതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കേണ്ടതായിട്ടുള്ള ഒരു പ്രഷർ
ബ്രിട്ടീഷ് പെട്രോളിയത്തിന് BP കമ്പനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈലിയറ്റ് ഇൻവെസ്റ്റ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമുക്ക് കോർ ആയിട്ടുള്ള ടെക്നോളജിയിൽ മാത്രം നോക്കാം. അൺവാണ്ടഡ് ആയിട്ടുള്ള ബിസിനസ്, മോശം ബിസിനസ് എന്ന് ഉദ്ദേശിച്ചല്ല, അൺവാണ്ടഡ് ആയിട്ട് നോൺ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് നമുക്ക് മാറ്റണം, കമ്പനിയിൽ നിന്ന് ഡീമർജ് ചെയ്ത് വിറ്റ് മാറിപ്പോണം എന്നുള്ള രീതിയിലാണ് അവർ കാസ്ട്രോളിനെ ഒരു സെപ്പറേറ്റ് ഡിവിഷൻ ആക്കി മാറ്റി വിറ്റ് അതിന്റെ സർവീസ് സെന്റേഴ്സും അതിന്റെ നെറ്റ്വർക്കും ഒക്കെ ഗ്ലോബൽ ലെവലിൽ അത് വിൽക്കുക എന്നുള്ള രീതിയിലേക്കാണ് ഇവർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈലിയറ്റ് ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സ് സെലക്ട് ചെയ്ത് അതിന്റെ ഭാഗമായി BP ഇത് സെല്ല് ചെയ്യാൻ തയ്യാറായിരുന്നു. സൗദി ആരാംകോ അത് മേടിക്കുന്നു എന്നുള്ളൊരു ന്യൂസും കേട്ടതായിരിക്കാം ഒരു പക്ഷേ ഫണ്ടമെന്റലി ഈ സ്റ്റോക്കിനെ തിരിച്ചത്. ആൻഡ് അതിനെ ബേസ് ചെയ്ത് എനിക്ക് തോന്നുന്നു 30% തന്നെ ലാസ്റ്റ് കുറച്ച് നാളായിട്ട് അത് കയറിയും തോന്നുന്നു അല്ലേ. എനിക്ക് അതിന്റെ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ടില്ല, നമ്മുടെ ഡെസ്കിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല അത്. ബട്ട് ഈവൻ ദെൻ ഒരു 30% റിട്ടേൺ വന്നു, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ടെറിട്ടറിയിലാണ്. ബട്ട് ജാസ്മിൻ, ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ഇത് നമ്മൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഇലക്ട്രിക് വെഹിക്കിളിന്റെ കാലഘട്ടമാണെങ്കിൽ മെക്കാനിക്കൽ പ്രോഡക്ട്സ് ഒരു കാറിൽ കുറയുകയാണെങ്കിൽ, ഒരു കാർ മെക്കാനിക്കൽ പ്രോഡക്റ്റിൽ നിന്ന് മാറി ഒരു ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ പ്രോഡക്റ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഈ മൊബൈൽ ഫോൺ നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്തിട്ട് കൊണ്ടുപോകും പോലെ ആയി ഒരു കാറ് എന്നുണ്ടെങ്കിൽ ചിലപ്പോ അതിൽ ഓയിൽ യൂസേജസ് കുറഞ്ഞേക്കാം. അപ്പൊ അതുകൊണ്ടാണോ BP ഇതിനെ സെല്ല് ചെയ്യുന്നത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബട്ട് ഇന്ന് അതൊരു പോസിറ്റീവ് ട്രെൻഡിലാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ആ റൈഡ് എൻജോയ് ചെയ്യുന്നവരെ എൻജോയ് ചെയ്യുക. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾക്കും സന്തോഷമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. യെസ്, ഇതാണ് വാർത്തകളുടെ ഒരു കാണാപ്പുറമാണ് മൈഫിൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഏതൊരു സ്റ്റോക്കിനെയും നമ്മൾ കാണേണ്ട, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് സർഫേസിൽ മാത്രം നിന്നുകൊണ്ടല്ലാതെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ അല്ലെങ്കിൽ വാർത്തകളെ വേറൊരു രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്ത് എങ്ങനെ കാണാം, അത് എങ്ങനെ നേട്ടമാക്കാം എന്നുള്ളതാണ് മൈഫിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അഡ്വൈസോ ഒന്നും തന്നെയല്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ നിക്ഷേപങ്ങൾ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന്റെ ഒരു നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. ഏതായാലും നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിന്റെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് സൂരജ് സാർ. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെ ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും.